എടാ ഈ ആസ്കി എന്ന് വെച്ചാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച്. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഫുൾ ഫോം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇന്റർചേഞ്ച്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്കി എന്ന് പറഞ്ഞാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഏതാണ് ഈ ആസ്കി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ സിമ്പിൾസ്, നമ്പേഴ്സ്, ഇപ്പൊ നമ്മുടെ ഈ കീബോർഡ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ആസ്കി കോഡ് പ്രകാരമുള്ള ഒരു കീബോർഡാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റാണ് ആസ്കി കോഡ് എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയേ ബാൻഡിറ്റ് സീറോ. എടാ അപ്പോൾ ഈ ബാൻഡിറ്റ് സീറോ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു CTF അറ്റാക്ക് എങ്ങനെയാണ് നടത്തേണ്ടത്, ഇതുപോലത്തെ കാര്യങ്ങൾ ഒരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ബാൻഡിറ്റ് സീറോ സജസ്റ്റ് ചെയ്യാറ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ബാൻഡിറ്റ് സീറോ തന്നപ്പോഴും പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ തന്നതും എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും എന്താ ചെയ്യുക, ഈ കമാൻഡുകൾ, അതായത് ലിനക്സുമായിട്ട് നിങ്ങൾക്ക് ഒരു പരിചയം വരാൻ അല്ലെങ്കിൽ അതൊരു ഫെമിലിയർ വരാൻ ചില കമാൻഡുകളൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ബാൻഡിറ്റ് സീറോ തന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതായത് ഈ CD, LS, PWD, LS-LA ഇതുപോലത്തെ കമാൻഡുകളൊക്കെ ഈ ബാൻഡിറ്റ് സീറോയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തന്നത്. അല്ലാതെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 15 ലെവലെങ്കിലും മിനിമം ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അത് എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ ബേസിക് കമാൻഡുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ലിനക്സുമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. എടാ അത് കുഴപ്പമില്ലടാ, നമുക്ക് റെഡിയാക്കണ്ടേ ആഷിനെ, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെന്താ ബാൻഡിറ്റ് സീറോ PNG. എടാ ഇതിനകത്ത് എന്ത് വരുന്നില്ലെന്നാ നീ പറയുന്നേ? ഓക്കെ, അത് ടൈപ്പ് ചെയ്യേ, ഞാൻ അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങൾ ഉമ്മാരോടൊന്ന് പറയട്ടെ. ഓക്കെ, എൻ്റെ പേര് എൻ്റർ അടിച്ച് ബാക്കി ആവുന്നില്ല. എടാ അതെ, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താ ഇതിനകത്ത് പ്രോബ്ലം എന്ന്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ആ ബേസിക് കമാൻഡുകൾ പഠിക്കാൻ വേണ്ടിയിട്ടും ലിനക്സുമായിട്ടൊരു പരിചയം വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സാധനം തന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ബാൻഡിറ്റ് സീറോ തീർക്കാം. ChatGPT നോക്കി കോപ്പി പേസ്റ്റ് ചെയ്തോ, ഗൂഗിൾ നോക്കിയിട്ടോ, യൂട്യൂബ് നോക്കിയിട്ടോ എങ്ങനെ വേണേലും അത് തീർക്കായിരുന്നു. നിങ്ങളോട് ആരോട് ഞാൻ ഒരു നിബന്ധനയും വെച്ചിട്ടില്ല എങ്ങനെ നിങ്ങൾക്ക് തീർക്കാന്നുള്ളത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ലിനക്സ് ഞാൻ ഇൻട്രൊഡക്ഷൻ പോലും അതിലേക്ക് എടുത്ത് തന്നിട്ടില്ല. പിന്നെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? അത് ചിന്തിച്ചാൽ പോരെ. നിങ്ങൾക്ക് ലിനക്സ് എടുത്ത് തന്നിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഒന്ന് ലിനക്സ് സെറ്റപ്പ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അതും വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ബാൻഡിറ്റ് സീറോ തീർക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കണ്ട. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടീച്ചിങ്ങും പരിപാടികളും ക്ലാസ് ആവുമ്പം ചില സ്ട്രിക്റ്റും കാര്യങ്ങളായിട്ട് അവർ നോക്കൂല. പിന്നെ ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ നിങ്ങളുമായിട്ട് ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളവിടെ ഒരു കാര്യം എങ്ങനെ പറയണം എന്നൊക്കെ എനിക്കറിയായിരിക്കും. പക്ഷെ അതുപോലെ അവർക്കറിയണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റൂലല്ലോ. അത് മാത്രമല്ല അവർക്ക് ഞാൻ സോഫ്റ്റ് ആവുന്ന പോലെ അവർ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവുകയില്ലല്ലോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ. നിങ്ങൾക്ക് പലർക്കും ഇന്നലെ അവർ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ഇടപഴകുന്ന പോലെ ഒരിക്കലും വേറൊരാൾ ഇടപഴകും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ ട്യൂട്ടറാണ്, അവർ മറ്റ് സ്റ്റാഫ് അംഗങ്ങളാണ്. അതുപോലെ തന്നെ മറ്റ് ട്യൂട്ടേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഇടപഴകുന്ന പോലെ ഇടപഴകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അതിന് റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് തുടക്കം തൊട്ട് പറയുന്ന സെയിം കാര്യം തന്നെ. ഞാൻ എന്താണോ നേരിട്ടത് അത് നിങ്ങൾ നേരിടരുത് എന്നുള്ള ഡ്രീം ആണ് ഞാൻ ഇതിലേക്ക് എത്തിച്ചത്, എന്നെ ഇതിലേക്ക് എത്തിച്ചത്. എനിക്ക് ട്യൂട്ടേഴ്സിൽ നിന്ന് എന്താണോ കിട്ടിയത് അത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഓക്കെ, അത് അപ്പം സെയിം സാധനം തന്നെ. ഞാൻ നിങ്ങളോട് അതുകൊണ്ടാണ് ഇത്ര കാമായിട്ട് സംസാരിക്കുന്നത്. എന്നെ എൻ്റെ ട്യൂട്ടേഴ്സ് മര്യാദയ്ക്ക് പഠിപ്പിച്ചില്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുന്നു. അതാണ് ഡിഫറൻസ്. അത് പിന്നെ ഇപ്പം എനിക്ക് എൻ്റെ ട്യൂട്ടറിൻ്റെ അടുത്ത്, ഇപ്പം നിങ്ങളിൽ ചിലരൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതിനൊക്കെ ഞാൻ മറുപടി തരുന്നില്ലേ. എൻ്റെ ട്യൂട്ടേഴ്സ് ഒന്നും ഇങ്ങനെയല്ല, എനിക്ക് കിട്ടിയ ട്യൂട്ടേഴ്സും അങ്ങനെയല്ല. പേഴ്സണലായിട്ട് ഒരു കാര്യം അവർ ഷെയർ ചെയ്യൂല. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നല്ലൊരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ബാൻഡിറ്റ് സീറോ എന്ന് പറയുന്ന തലവേദന ഒന്ന് എടുത്ത് മാറ്റി വെക്ക്. നിങ്ങളോട് 15 എണ്ണമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞത് വേറൊന്നും വിചാരിച്ചിട്ടല്ല. നിങ്ങളത് കാര്യമൊക്കെ വേണ്ട. അവിടെ ഒരു മിനിറ്റ്. என்ன டேய் 7 o'clock வரை இந்த ரூமுக்கு வேற பர்மிஷன் இல்ல. நான் கிளாஸ் எடுத்துக்கிட்டு இருக்கேன். டேய் கிளாஸ்டா, கிளாஸ் எடுத்துக்கிட்டு இருக்கேன்.
എടാ സോറി കേട്ടോ, വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അതാണ്. ഓക്കെ, അപ്പം ബാൻഡിറ്റ് സീറോ എന്ന് പറയുന്ന തലവേദന നിങ്ങളൊന്ന് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്ക്. നിങ്ങൾക്ക് അത് സൗകര്യം പോലെ നോക്കാം. നിങ്ങൾ മിനിമം ഒരു 12 ലെവൽ എല്ലാവരും ചെയ്ത് വെച്ചേക്ക്, അല്ലെങ്കിൽ ഒരു 15 ലെവൽ വരെ എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക. എന്തിനാ? നിങ്ങൾക്ക് ലിനക്സ് ആയിട്ട് ഒരു പരിചയം വരാൻ വേണ്ടി മാത്രം, അല്ലാതെ അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ലാബുകളും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ഇഷ്ടം പോലെ ഞാൻ തരും. നിങ്ങൾ ഇതുവരെ പോയിട്ട് ഒന്ന് പരിചയപ്പെട്ട് വരാൻ, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലാബുകൾ ഞാൻ നിങ്ങൾക്ക് റിയൽ ലാബുകളൊക്കെ തരാം. അപ്പോൾ ഈ ബാൻഡിറ്റ് സീറോ എന്ന് പറയുന്നൊരു റിയൽ ലാബായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല, അതൊരു ഗെയിം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗകര്യം പോലെ ഇരുന്നിട്ട് പിന്നെ പിന്നെ അഡ്വാൻസ് നിങ്ങൾ 34 ലെവലും തീർക്കണം കേട്ടോ. ഇപ്പോഴൊന്നല്ല, അടുത്ത ആഴ്ച എന്നല്ല, സമയം പോലെ ഇരുന്നിട്ട് ആ 34 ലെവലും ഒന്ന് തീർക്കുക. നിങ്ങൾക്ക് അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു മെത്തേഡും കാര്യങ്ങളും. ഓക്കെ, അപ്പം ഇതെന്തിനാ തന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ബേസിക് കമാൻഡ്സ് ഒന്ന് പഠിക്കാൻ. ഇപ്പം ഞാൻ ഗ്രൂപ്പിലൊരു PDF ഇട്ടതിനകത്ത് അതിനകത്ത് ബേസിക് കമാൻഡുകൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചിട്ട് എങ്ങനെ നിങ്ങൾ ആ ഇത് മുഴുവൻ പഠിച്ചെടുക്കുക? കാരണം ഈ കമാൻഡുകൾ എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റ് മാത്രമേ പഠിക്കുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂല. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്ക് തന്നിട്ടാണ് നിങ്ങളോട് കമാൻഡ് പഠിക്കാൻ പറയുക? കാരണം നമ്മൾ ലിനക്സിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ബാൻഡിറ്റ് സീറോ തന്നത്. ഓക്കെ, ബാൻഡിറ്റ് സീറോ എന്ന് പറഞ്ഞ സാധനം ക്ലിയർ ആയല്ലോ. അതൊരു തലവേദന പിടിച്ച പരിപാടിയല്ല, നിങ്ങൾ അതിന്റെ പുറകെ തലവേദന പിടിച്ച് നടക്കുകയും വേണ്ട, അതല്ല നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാൻഡിറ്റ് സീറോ സമയം പോലെ തീർത്തോളുക. എന്നിട്ട് നിങ്ങൾക്ക് ലെവലുകൾ തീർക്കുമ്പോൾ ഒന്ന് പറയുക കേട്ടോ. ഒരു 15 ലെവൽ തീരുമ്പോൾ എല്ലാവരും ഒന്ന് എന്നോട് പറയണേ 15 ലെവൽ തീർന്നു എന്ന്. എന്നിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറ, ബാൻഡിറ്റ് സീറോ 15 ലെവൽ തീരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ. നെക്സ്റ്റ് സാധനം. ഓക്കെ, അപ്പോൾ ആ ഒരു തലവേദന എല്ലാവരും മാറ്റി വെച്ചേക്കാം. പിന്നെ പ്രസന്റേഷന്റെ കാര്യം. എടാ, നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഡിഫൻസോയുടെ എല്ലാ കോഴ്സുകളുടെയും ഒരു സമ്മറൈസ്ഡ് വെർഷൻ ആണ് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമുക്ക് എത്രയോ 10ഓളം കോഴ്സുകളുണ്ട്. അതിൽ 9 കോഴ്സുകളുടെ സമ്മറൈസ്ഡ് വെർഷൻ ആണ് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ്. ഈ 9 കോഴ്സുകൾ നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ബാക്കി കോഴ്സുകളിലൊക്കെ നമ്മൾ ഈ പ്രസന്റേഷൻ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഷോർട്ടസ്റ്റ് ഫോം നിങ്ങൾക്ക് തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആണ് ഒരു സൈബർ സെക്യൂരിറ്റി ആളെ സംബന്ധിച്ച്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കില്ലാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിപ്പം നിങ്ങൾ കമ്പനിയിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒരു പ്രശ്നം വന്നോ, ഫാമിലിയിൽ ഒരു പ്രശ്നം വന്നോ, അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റിയിരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതിനെപ്പറ്റിയുള്ള അറിവ് നമുക്ക് മാത്രമേ ഉള്ളൂ, അതിനെപ്പറ്റിയുള്ള അറിവ് വേറെ ആർക്കും ഇല്ല. നമ്മളാണ് അതിനെപ്പറ്റി പഠിച്ചവർ. ഇപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓക്കെ, നമ്മൾ എന്താണോ പറയുന്നത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ പഠിച്ചെടുക്കണം. അതിനുവേണ്ടിയാണ് പ്രസന്റേഷൻ തരുന്നത്. നിങ്ങളുടെ പ്രസന്റേഷൻ ആണ്, അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും അവതരിപ്പിക്കാം. അല്ലാണ്ട് അവിടെ ഒരു റെസ്ട്രിക്ഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യമൊക്കെ ക്യാമറ ഓൺ ആക്കണം ഞാൻ വാശി പിടിക്കുമായിരുന്നു. നിങ്ങൾ ക്യാമറ ഓൺ ആക്കുമോ, ക്യാമറ ഓൺ ആക്കാതിരിക്കുമോ, നിങ്ങൾക്ക് വീഡിയോ കാണിക്കണേ വീഡിയോ കാണിക്കാം, ഫോട്ടോ കാണിക്കണേ ഫോട്ടോ കാണിക്കാം, PDF-കൾ, ടെക്സ്റ്റുകൾ, ChatGPT നോക്കിയിട്ട് നിങ്ങൾ വായിച്ചാൽ പോലും അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ആവശ്യം എന്താണ്? നിങ്ങൾക്കൊരു പ്രസന്റേഷൻ തന്നാൽ അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കറേജ്, ആ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. കാരണം എന്താ? അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ്. ഇവിടെ ആരും ഒന്നും പഠിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആരും ഇവിടെ പഠിച്ചിട്ടല്ലല്ലോ വന്നിരിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചെയ്യേ, നിങ്ങൾക്ക് കൂടെ പറ്റിയതുപോലെ ചെയ്യേ. ഇവിടെ ആരും നിങ്ങളെ നിർബന്ധിക്കുകയല്ല. ട്യൂട്ടറായിട്ട് ഞാൻ ഒരിക്കലും എന്തായാലും നിങ്ങളെ നിർബന്ധിക്കുകയല്ല ഒരു കാര്യവും. എന്താ പറയുക, പഠിക്കാൻ നിർബന്ധിക്കും. അല്ലാതെ ഈ പ്രസന്റേഷനൊക്കെ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിലെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ അനുഗ്രഹം പ്രസന്റ് ചെയ്യുന്ന പോലെ സൻഷിനോട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ നാളെ അഫ്നനോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അഫ്നന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അവൻ്റെ സ്കിൽസ് രണ്ടാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്കില്ലുണ്ട്, അഫ്നൻ്റെ ഉള്ളിൽ അഫ്നൻ ഒരു സ്കില്ലുണ്ട്, സൻഷിദിനുള്ളിൽ സൻഷിദിൻ്റെതായ ഒരു സ്കില്ലുണ്ട്. അവരവരുടെ സ്കില്ലിനെ നമ്മൾ അവരവരുടേതായ വെർഷനിൽ വളർത്തിയെടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ റെഡി ആവണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമുക്ക് ആകെ 2 മാസം കോഴ്സേ ഉള്ളൂ. അതിലിതേ 1 മാസം തീരാൻ പോവാ. ഇനിയുള്ള 1 മാസം കൂടി നിങ്ങൾ എക്സ്പ്രസീവ് ആയിരിക്കാം, മാക്സിമം ആക്റ്റീവ് ആയിട്ടിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരുമ്പ് നിങ്ങളൊക്കെ ചെയ്തു, കണ്ണും കൂട്ടി ചെയ്തോ. ഞാൻ ഇനി എന്തായാലും പ്രസന്റേഷനിലൊക്കെ ഞാൻ തന്നെ ഉണ്ടാവും ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ഓർത്തൊന്നും പേടിക്കണം. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അത് മതി, അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യം. അത് പഠിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രസന്റേഷനും കാര്യങ്ങളും ഇതൊക്കെയാണ് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയല്ലേ വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് ഇപ്പം 14 രൂപയുടെ കോഴ്സ് എടുത്താൽ പോലും ഇങ്ങനത്തെ സാധനങ്ങളില്ല. ഇതൊക്കെ നിങ്ങൾക്ക് 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ഇതൊക്കെ തരുന്നതിന്റെ കാര്യം എന്താ? നിങ്ങളുടെ സ്കില്ല് മാക്സിമം എങ്ങനെയെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പ്രസന്റേഷൻ വെക്കണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഡിഫൻസോ എന്ന് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ടീം മെമ്പേഴ്സ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പ്രസന്റേഷന്റെ പരിപാടിയൊക്കെ ക്ലാസ്സിൽ വെക്കണമെന്ന്. ഇത് എൻ്റെ ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്റ്റുഡൻറ് എനിക്കൊന്നും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു പ്രഷറോ ഒരു പ്രഷർ വേണം നിങ്ങൾക്ക്. നിങ്ങളുടെ തലയിൽ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ, എന്തേലും ചെയ്യുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എന്താ ഈ പറയുന്നത്, ഇതും കൊണ്ടൊക്കെ എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി തുടങ്ങും. ഞാൻ ആ നെഗറ്റീവ് അടിച്ച കാര്യമാണെങ്കിൽ പോലും ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് അടിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾക്ക് അതിൽ ലിനക്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കുറേ പേർക്ക് ഇന്നത്തെ ലിനക്സിനെ പറ്റി ശരിക്കും ഒരു ഐഡിയ വന്നിട്ടില്ല. ഓക്കെ, സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. എടാ സ്ക്രീൻ ഷെയർ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, അപ്പം ഓക്കെ, ഇതാണ് എൻ്റെ കളി ലിനക്സ്. അപ്പം ഇതില് ആക്ച്വലി സ്ക്രീൻ ചെറുതാക്കാം അല്ലേ? എടാ അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഞാനിപ്പോൾ എന്ത് കാര്യമാണ് പറഞ്ഞു തരണ്ടേ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ എടാ, അപ്പം ഇവനാണ് നമ്മുടെ ലിനക്സ് എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ ഈ ലിനക്സിൽ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് എന്താ ഞാൻ പറഞ്ഞു തരേണ്ടതെന്ന് വിചാരിച്ചാൽ, നോട്ട് പാഡ് അവിടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞു തരേണ്ടത്. ഓക്കെ, ബേസിക് കമാൻഡ്സ്, ചാറ്റ് GPT, ഡീപ്സീക്ക്, യൂട്യൂബ് ചാനൽസ്, ഫിഷിങ്. ഓക്കെ എടാ, ബേസിക് കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് കമാൻഡ്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ചിട്ട് ഉള്ള ഒരു PDF കാര്യങ്ങൾ എന്തെങ്കിലും തപ്പി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇട്ടുതരാം. ബേസിക് കമാൻഡ്സ് ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ബേസിക് കമാൻഡ്സ് മാത്രം പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒത്തിരി നേരം എടുക്കും. അല്ല, ഐ മീൻ ഞാൻ എന്ത് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ബേസിക് കമാൻഡ്സ് ഞാൻ പഠിപ്പിച്ചു തരണ്ടേ? അതായത് ഇതാണ് ഇപ്പോൾ LS എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യാനാണ്. LS - LA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ഡയറക്ടറീസ്, ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ പഠിപ്പിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇന്നൊന്നും തീരൂല, ഒത്തിരി നേരം എടുക്കും. അത് മാത്രമല്ല ഈ സാധനമൊക്കെ അല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സാധനമൊക്കെ ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ഫയൽസ്, ബേസിക് ആയിട്ടുള്ള കമാൻഡുകളും കാര്യങ്ങളും. ഇപ്പൊ ക്യാറ്റ് ഞാൻ എടുത്തു തന്നില്ലായിരുന്നു അല്ലേ? ഇപ്പൊ ക്യാറ്റ് എന്ന് പറയുന്ന ഫയല്, എടാ നിങ്ങക്ക് ക്യാറ്റ് കാണാൻ പറ്റുന്നുണ്ടോടാ? ഉണ്ടല്ലേ? ഓക്കെ, ഇപ്പൊ ഈ ക്യാറ്റ് എന്ന് പറയുന്ന ഫയൽ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എടുത്തു തന്നായിരുന്നു. അതൊരു ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ബേസിക് കമാൻഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ബാൻഡിറ്റ് സീറോ തന്നിരിക്കുന്നത്. അതല്ലാതെ എന്താ പറയുക, ഈ സാധനം ഞാനായിട്ട് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് തീരൂല. നമുക്ക് ആകെ ഇച്ചിരി സമയമല്ലേ ഉള്ളൂ എല്ലാ ദിവസവും. അത് മാത്രമല്ല ആകെ മൊത്തം 2 മാസം സമയമുള്ളൂ. അതുകൊണ്ട് ഇത് മുഴുവൻ പഠിപ്പിച്ചു തരല് പോസിബിൾ അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ബാൻഡിറ്റ് സീറോ തന്നെയാണ് നിങ്ങൾക്കൊരു വഴി. നമ്മൾ എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ലിനക്സിൽ, എന്നാൽ മാത്രമേ നമ്മൾ കമാൻഡ്സ് പഠിക്കുള്ളൂ. നമ്മൾ എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷെ എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അല്ലാണ്ട് പഠിപ്പിച്ചു തരൽ ഒരിക്കലും നടക്കൂല കേട്ടോ. കമാൻഡ്സ് എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേ, നടക്കോ ഇല്ലയോ ഒന്നും നോക്കണ്ട. ഓക്കെ, ഇനി ഫയൽ സിസ്റ്റത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരണമെന്ന് ഒരാൾ നമുക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഫയൽ സിസ്റ്റത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. എടാ, ഈ ഫയൽ സിസ്റ്റം കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നോട്ട് ഒന്ന് എടുത്തോട്ടെ. ഫയൽ സിസ്റ്റം ഓക്കെ എടാ, ഈ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിനക്സ് എന്ന് പറയുന്നത് മറ്റേത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കാളും പവർഫുൾ ആവുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടില്ല അധികം. എല്ലാ ഫയൽസും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒരു സാധനം ലിനക്സിൽ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ലിനക്സ് എല്ലാവരും അറ്റാക്കിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. കാരണം ലിനക്സിൽ നമുക്ക് എന്ത് സാധനവും നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ്
എല്ലാ കാര്യങ്ങളും ലിനക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ് എല്ലാവർക്കും, ആർക്കും എന്ത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ടാണ്. നമുക്ക് മറ്റ് സിസ്റ്റങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത്ര ഓപ്പൺ ആയിട്ട് കിട്ടും, ഇതിലിങ്ങനെ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് വേണേലും മാറ്റം വരുത്താനും പറ്റും. ഓക്കെ, ഇതിൽ ചില ഫയൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. അതായത് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കാണാം. ഞാൻ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, എടാ ഇപ്പൊ ഈ ഒരു സ്ലാഷ് കണ്ടോ, ഈ ഒരു സ്ലാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ റൂട്ട് അഡ്മിനി അല്ല ഉദ്ദേശിക്കുന്നത്, റൂട്ട്. അതായത് ഇതൊരു മരമാണെന്ന് വിചാരിക്കുക. ലിനക്സ് എന്ന് പറഞ്ഞാൽ ഒരു മരമാണെങ്കിൽ ഇതാണ് വേര്. ഈ വേരിൽ നിന്നാണ് എല്ലാ സാധനവും തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്ന് എല്ലാ സ്ഥലത്തും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന സെയിം സാധനം തന്നെയാണ്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ടെർമിനലിലും കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു റൂട്ട് ഡയറക്ടറിയിലാണ് നമ്മുടെ എല്ലാ ഫയൽസും കിടക്കുന്നത്, റൂട്ട് ഡയറക്ടറിയിൽ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഇവിടെയും വേറെ റൂട്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സോറി, നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എടാ ഇത് കണ്ടോ, ഇവിടെ ഒരു റൂട്ട് ഡയറക്ടറി ഉണ്ടോ? ഇത് വേറൊരു റൂട്ട് ഡയറക്ടറിയാണ്. അത് കണ്ട് നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫയൽസ് എല്ലാം കിടക്കുന്ന ഡയറക്ടറിക്ക് പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി എന്ന് പറയും. ഈ റൂട്ട് ഡയറക്ടറിയിലാണ് എല്ലാ ഫയൽസും കിടക്കുന്നത്. ഈ ഒരു ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷന് പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി. അതില് ഈ ബിൻ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ ബിന്നിലാണ് നമ്മുടെ കമാൻഡ്സ് കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. യൂസർ കമാൻഡ്സ് എന്ന് പറയും. അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരോ കോഡുകളും കാര്യങ്ങളും കിടക്കുന്നുണ്ടോ? പൈത്തന്റെ കോഡായിട്ട് ബാഷ് സ്ക്രിപ്റ്റുകളായിട്ടും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കോഡുകൾ കിടപ്പുണ്ട്. ഈ കോഡുകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള യൂസർ കമാൻഡ്സുകളില്ല. അതായത് ഇപ്പൊ LS, കാറ്റ്, MV, CP, PWD, എക്കോ, ഈ സാധനങ്ങളൊക്കെ ഓരോരോ കമാൻഡുകൾ. നമ്മൾ ഇപ്പൊ ഈ LS അടിച്ചു കഴിഞ്ഞാൽ ഇത് LS വർക്ക് ആവുന്നത് എന്തുകൊണ്ടാ? അതിന് പുറകില് അതിനൊരു പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ പ്രോഗ്രാമും കാര്യങ്ങളുമാണ് ഇത് ഈ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് LS എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ LS-LA വരണം. അതായത് LS-LA അടിക്കാതെ വെറും LS അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഹിഡൻ ഫയൽസ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ കോഡിൽ പോയി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LS അടിക്കുമ്പോൾ തന്നെ LS-LA ഒക്കെ വരും. അതായത് ഓട്ടോമാറ്റിക്കലി ഹിഡൻ ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കഷ്ടപ്പെടണ്ടല്ലോ, എപ്പോഴും LS-LA അടിച്ച് കഷ്ടപ്പെടണ്ട. അതിന് നിങ്ങൾക്ക് വെറും LS അടിച്ചാൽ തന്നെ അത് വരണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. കാരണം എന്താ, ഇത് യൂസറിന്റെ കമാൻഡ്സ് ആണ്. ഈ കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പെർമിഷൻ ലിനക്സ് നമുക്ക് തരുന്നത് കൊണ്ടാണ് ഇതിനൊരു എല്ലാ ഹിസ്റ്ററി ഇഷ്ടപ്പെടാൻ കാരണം. അപ്പൊ ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ യൂസർ കമാൻഡ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡയറക്ടറിയാണ് ബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഇതാണ് എസ്ബിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എസ്ബിൻ അവിടെ എസ്ബിൻ. ഈ എസ്ബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം കമാൻഡുകൾ. ഓക്കെ, ഇത് യൂസർ കമാൻഡുകളാണെങ്കിൽ എസ്ബിൻ സിസ്റ്റം ഇതല്ലേ. ഓക്കെ, എടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ സിസ്റ്റത്തിന്റെ ചില കമാൻഡുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഉദാഹരണം പറയുന്നത് IF config എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ കമാൻഡാണ്. അതുപോലെ റീബൂട്ട് എന്ന് പറഞ്ഞ കമാൻഡ്. അതുപോലെ തന്നെ fdisk, നിങ്ങൾ നമ്മുടെ ഈ ഫയൽ സിസ്റ്റത്തിന്റെ സ്പേസ് ഒക്കെ അറിയാൻ വേണ്ടി, ഡിസ്കിന്റെ സ്പേസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ അടിക്കുന്ന fdisk ഇല്ലേ, fdisk ബാഡ് യൂസേജ്. ഫോമിച്ച് നോക്കട്ടെ. cd Ultrix fdisk ഇല്ലേ, നോട്ട് ഫൗണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, fdisk വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ ഈ fdisk ഇതുപോലത്തെ കമാൻഡുകളൊക്കെ നമ്മള് എന്താ പറയാ, എടാ ഞാൻ എന്തായാലും പറയാൻ വന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ സിസ്റ്റം കമാൻഡ്സുകൾ, അത് റീബൂട്ട് ചെയ്യുക. ഇപ്പൊ ലിനക്സ് റീബൂട്ട് ചെയ്യാൻ വയ്യ, ലിനക്സ് റീബൂട്ട് ചെയ്യാൻ വരെ നല്ല സമയം എടുക്കും. അപ്പൊ ഇതുപോലത്തെ സിസ്റ്റം കമാൻഡുകളൊക്കെ കിടക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന എസ്ബിൻ എന്ന് പറയുന്ന സെക്ഷൻ. അതായത് ഈ ഒരു ഫോൾഡറിലാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ കമാൻഡുകൾ, IF config, റീബൂട്ട്, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള കമാൻഡ്, ഇതൊക്കെ കിടക്കുന്ന ഫയലാണ് എസ്ബിൻ എന്ന് പറയുന്ന ഒരു സാധനം.
അടുത്താണ് ETC എന്ന് പറയുന്ന ഒരു സാധനം. ഇത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണെന്ന്. ഇവിടെയാണ് ആക്ച്വലി നമ്മുടെ എല്ലാ ടൂൾസും കാര്യങ്ങളും ഫോണ്ട് കാര്യങ്ങൾ എല്ലാ സാധനവും കിടക്കുന്നത് ETCയിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്രോമിയം ഇവിടെ കിടപ്പുണ്ട്. ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിനക്സിന്റെ ഒരു എന്താ പറയുക, നിങ്ങൾക്കറിയാലോ ഒരു ബ്രൗസറാണ്. ഈ ഫയർഫോക്സ് പോലൊക്കെ തന്നെ ഒരു ബ്രൗസറാണ് ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ പാക്കേജുകൾ DPKG. ഈ DPKG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജുകളൊക്കെ കേട്ടോ. നമ്മൾ ഓരോരോ ടൂൾസും കാര്യങ്ങളൊക്കെ കയറ്റാറുണ്ട്. ആ പാക്കേജുകൾ ക്ലാമ എന്ന് പറയുന്നത് ക്ലൗഡ്, ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ടൂൾസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ETC എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇവിടെ ഇതിപ്പോൾ നമ്മൾ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ടൂൾസ് ഒക്കെ ഇല്ലേ, ഈ പറയുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ETCയിലാണ്. അതുപോലെ തന്നെ ETC വന്ന് കിടക്കുന്നതാണ് പാസ്വേഡും കാര്യങ്ങളൊക്കെ. നമ്മുടെ പാസ്വേഡ് ഞാൻ നോക്കട്ടെ, പാസ്വേഡിന്റെ ഫയല് ഐ തിങ്ക് ഇതാണെന്ന് തോന്നുന്നു. ഓപ്പൺ അല്ല, എനിക്കൊന്ന് റൂട്ട് അടിച്ച് ഓപ്പൺ ആക്കിയാലേ കാണുള്ളൂ എന്ന് തോന്നുന്നു. അത് ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നു, കാരണം പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഹിഡൻ ആയിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ETCയിൽ. വയർ ഷാർക്ക് ഇത് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ SML, ZSH, SQL മാപ്പ്, SSH. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? ETCയിൽ. സാമ്പയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കും. സെറ്റ് ടൂൾ കിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഇതെന്തിനാ ഈ സാധനം നോട്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ ഒക്കെ ഈ ETCയിലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യണം. കാരണം ETCയിലെ പാസ്വേഡുകൾ കിടപ്പുണ്ടാവും. ETCന്റെ പാസ്വേഡുകൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേഡുകളൊക്കെ ഈ ETCയിൽ കിടപ്പുണ്ടാവും. നമ്മൾ അറ്റാക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് മെറ്റാസ്പ്ലോയിറ്റിലൊക്കെ കയറുമ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് എടുത്തു തരാം. ഓക്കെ, അപ്പോൾ ETC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള പാസ്വേഡുകൾ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്, ഫയൽസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ETCയിലാണ്. അതായത് കോൺഫിഗറേഷൻ ഫയൽസ്, നമ്മളതായത് ഈ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനും ഇതിന്റെ ഒരു പ്രോപ്പർ റണ്ണിങ്ങിനും വേണ്ടിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കോൺഫിഗർ ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക. ഇതിന്റെ സെറ്റിംഗ്സിന്റെ പേജിൽ നിന്ന് കണക്കാക്കിയാൽ മതി. നമ്മളൊരു ഫോണോ എന്തെങ്കിലും കാര്യങ്ങളോ എടുത്താൽ അതിന്റെ സെറ്റിംഗ്സിന്റെ പേജ് ഉണ്ടാവുമോ, ആ സെറ്റിംഗ്സിന്റെ പേജായിട്ട് കണക്കാക്കിയാൽ മതി ETCനെ. ഓക്കെ, പിന്നത്തെ ഒരു സാധനമാണ് ഹോം ഡയറക്ടറി. ഈ ഹോം ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഡയറക്ടറി ഇവിടെ ഹോം ഓക്കെ എടാ, ഹോം ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ? ഓക്കെ, ഈ ഹോം ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ യൂസേഴ്സ് ഉണ്ടാവുമല്ലോ, ഓരോരോ യൂസേഴ്സ്. ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ യൂസർ ആരാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോം ഡയറക്ടറി നോക്കാം. ഈ സിസ്റ്റത്തിന്റെ യൂസർ ആരാ? ഓൾട്രിക്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഞാൻ മാത്രമാണ്. എനിക്കിവിടെ വേറെ യൂസേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേറെ ഫോൾഡറും കൂടി വന്നു കിടക്കും, അടുത്ത യൂസർ എന്നും പറഞ്ഞ്. അപ്പൊ ലോക്കൽ യൂസേഴ്സിന്റെ കാര്യങ്ങളും പാസ്വേഡ് അല്ലല്ലോ, യൂസേഴ്സിന്റെ ഫയൽസും ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫോൾഡറാണ് ഹോം ഫോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോം ഡയറക്ടറി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ CD ഹോം ഇവിടെ നോക്കാം. CD ഹോം ഓക്കെ, CD ഇപ്പൊ ഞാൻ കിടക്കുന്നത് എവിടെയാ? ഹോമിലാണ്. ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? ഓൾട്രിക്സും ഡൗൺലോഡ്സും മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഓൾട്രിക്സ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇവിടെ ഉള്ള ഒരു യൂസറാണ്. ഞാനിപ്പോൾ വേറൊരു യൂസറിനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആ യൂസർ വന്ന് കിടക്കും. അങ്ങനെ ലോക്കൽ യൂസേഴ്സിന്റെ ഫയൽസും കാര്യങ്ങളും കിടക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഹോം ഡയറക്ടറിയിലായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു ഡയറക്ടറിയാണ് ഡയറക്ടറി. അപ്പൊ ഹോം ഡയറക്ടറി അത്രേ ഉള്ളൂ, നമ്മുടെ ലോക്കൽ യൂസേഴ്സിന്റെ ഡാറ്റാസ് കിടക്കുന്ന സ്ഥലം. റൂട്ട് ഡയറക്ടറി. എടാ, ഈ റൂട്ട് ഡയറക്ടറി എവിടെ? എടാ ഓക്കെ, റൂട്ട് ഡയറക്ടറി നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റൂല. നമുക്ക് റൂട്ട് ഡയറക്ടറി ആണെങ്കിൽ സുഡോസ് പഠിച്ച് തന്നെ പോകണം. ഓക്കെ, ഇതാണ് റൂട്ട് ഡയറക്ടറി. ഈ റൂട്ട് ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഡയറക്ടറി കിടക്കുന്ന ഫയൽ തന്നെ ഇവിടെ വന്ന് കിടക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക്, അതായത് ഈ നോർമൽ യൂസറിന്റെ ഫയൽസും കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ റൂട്ടിൽ വന്ന് കിടക്കും. പക്ഷെ നമ്മൾ റൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് ഒന്നും നോർമൽ യൂസറിൽ വന്ന് കിടക്കൂല. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ റൂട്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ഏകാധിപതിയാണ് അല്ലെങ്കിൽ അധിപതിയാണ്. നമുക്ക് എന്ത് ചെയ്തു വെക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ? റൂട്ട് ഡയറക്ടറി. അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ റൂട്ടിൽ വന്ന് കിടക്കും. ഓക്കെ, അപ്പം ഇപ്പൊ നോർമൽ യൂസറിൽ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന, ഇപ്പൊ ഞാൻ നോർമൽ യൂസറിലേക്ക് തിരിച്ചു പോവാ, ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഫയൽസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ യൂസേഴ്സിന്റെ എല്ലാ ഫയൽസും റൂട്ടിൽ വന്ന് കിടക്കും. പക്ഷെ റൂട്ടിൽ ഉണ്ടാക്കുന്ന ഫയൽസ് ഒന്നും നമ്മുടെ നോർമൽ യൂസറിലും അത് കിടക്കൂല. കാരണം അത് നോർമൽ യൂസറിന് അവൈലബിൾ ആയിട്ടുള്ള ഫയൽ ആയിരിക്കില്ല.
ഓക്കെ. പിന്നെ അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് യൂസറിന്റെ ആണ്. അതായത് റൂട്ട് ഡയറക്ടറി വേറെ, റൂട്ട് യൂസറിന്റെ ഡയറക്ടറി വേറെ. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഒന്നും കൂടി ആ ഫയൽ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ട സ്ലാഷ് ഇല്ലേ, ആ സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ട് ഡയറക്ടറിയാണ്. അതായത് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിന്റെ ഡയറക്ടറിക്ക് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് ഡയറക്ടറി. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് യൂസറിന്റെ ഡയറക്ടറിയാണ്. ആ വ്യത്യാസം മനസ്സിലായോ? റൂട്ട് യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ദ റിയൽ ഓണർ ഓഫ് ദി സിസ്റ്റം. ആ ഓണർ ഓഫ് ദ സിസ്റ്റത്തിന്റെ ഒറിജിനൽ ഫയൽ, ആ ഒരാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട്. അയാളുടെ ഡയറക്ടറിയാണ് റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറിയും റൂട്ട് യൂസറിന്റെ ഡയറക്ടറിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ അല്ലേ? റൂട്ട് ഡയറക്ടറിയും റൂട്ട് യൂസറിന്റെ ഡയറക്ടറിയും, അതാണ് ഈ രണ്ട് ഡയറക്ടറികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ. ഇവിടെ ലോഗ് കാര്യങ്ങൾ, ക്യാഷ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റൂട്ട് ഡയറക്ടറിയിൽ. ഓക്കെ. അടുത്ത ഒരു സാധനമാണ് ടെമ്പററി ഫയൽസ്, TMB എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫയൽസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പററി ഫയൽസ് ഉണ്ടാവില്ലോ, ടെമ്പററി ആയിട്ടുള്ള നമ്മുടെ ചിലപ്പോൾ ചില ടൂൾസ് ആയിരിക്കാം, ചില ആപ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം. അതുപോലെ ടെമ്പററി ഫയലുകൾ, കോൺഫിഗറേഷൻ ഫയൽസും കാര്യങ്ങളൊക്കെ ലോഡായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ടെമ്പ് എന്ന് പറയുന്ന ഫയൽ. ഈ ടെമ്പ് എന്ന് പറയുന്ന ഫയൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ചില അറ്റാക്കുകളിൽ നമുക്ക് ടെമ്പ് ഫയൽ വഴി മാത്രം അറ്റാക്ക് ചെയ്ത് കയറാൻ പറ്റും. അതായത് നമുക്കൊരു സിസ്റ്റത്തിലേക്ക് ഇനീഷ്യൽ ആക്സസ് കയറി പറ്റാൻ വേണ്ടി, അത് നമുക്ക് പ്രിവിലേജ് എടുക്കാൻ വേണ്ടി ടെമ്പററി ഫയൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് റൂട്ട് ആക്സസ് ആണ് ഞാൻ പറയുന്നത്. അതായത് റൂട്ട് ആക്സസ് നമുക്ക് ടെമ്പററി ഫയലിലൂടെ കയറി എടുക്കാൻ പറ്റും. അതും ഞാൻ മെറ്റാസ്പ്ലോയിറ്റബിളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. മെറ്റാസ്പ്ലോയിറ്റബിൾ ആണ്, അത് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റും. മെറ്റാസ്പ്ലോയിറ്റ് സാധനം കാണിച്ചു തരാവേ. ഓക്കെ. അതാണ്. അപ്പോൾ ഈ ടെമ്പററി ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടെമ്പററി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചിലപ്പോൾ ചില ഇൻസ്റ്റാളിങ് സ്ക്രിപ്റ്റ്സ് ആയിരിക്കാം, ആപ്സ് ആയിരിക്കാം, ഇതൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ടെമ്പററി ഫയൽ. ഇതിലൊക്കെ കയറണമെങ്കിൽ എനിക്കൊന്ന് റൂട്ട് പെർമിഷൻ വേണമെന്ന് തോന്നുന്നു. അതാണ് ഈ തെറ്റെന്ന് കാണിച്ചിരിക്കുന്നത്, റൂട്ട് പെർമിഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ. പിന്നെയാണ് യൂസറിന്റെ ഡയറക്ടറി. യൂസർ ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ യൂസറിന്റെ മെയിൻ ആയിട്ടുള്ള ചില ഡാറ്റാസും കാര്യങ്ങളും കിടക്കുന്ന ഓരോ യൂസേഴ്സിനെ പറ്റിയുള്ള എന്താ SBന്, നേരത്തെ കണ്ട SBന് ബിന്ന് കാര്യങ്ങളൊക്കെ സെയിം കാര്യങ്ങൾ തന്നെയാണ് യൂസേഴ്സിന്. അതായത് യൂസേഴ്സിന്റെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നേരത്തെ കണ്ട സാധനങ്ങളൊക്കെ തന്നെ യൂസർ ഡയറക്ടറിയിലും കിടക്കുന്നത്. പിന്നെ പ്രോക്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് നല്ല വലുതാല്ലേ. ഇതിനകത്ത് നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളും, ഓരോരോ പ്രോസസ്സും കാര്യങ്ങളും കിടക്കുന്ന ഒരു ഡയറക്ടറിയാണ് ഈ പ്രോസസ് ഡയറക്ടറി എന്ന് പറയുന്നത്. ഇതൊന്നും ഇപ്പോഴേ നിങ്ങളുടെ തലയിൽ അധികം കുത്തിക്കയറ്റി തന്നിട്ട് വലിയ ഉപയോഗമില്ല. നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഏകദേശം പറഞ്ഞു, അതൊക്കെ നിങ്ങൾ ഇപ്പം അറിയേണ്ട കാര്യമുള്ളൂ. പിന്നെ നിങ്ങൾ കൂടുതൽ എന്താ പറയുക, നിങ്ങളായിട്ട് പഠിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തുടക്കത്തിൽ തന്നെ ഇതൊക്കെ കുത്തിത്തേറ്റ് ഇപ്പം ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. അതായത് പഠിച്ചു വെച്ചിട്ട് വലിയ ഉപകാരമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പം. അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഈ ഇവിടെ ബൂട്ടിന്റെ ഒരു ഡയറക്ടറി ഉണ്ടാവുമല്ലോ. ഈ ബൂട്ട് ഡയറക്ടറിയാണ് നമ്മുടെ സിസ്റ്റം ബൂട്ട് ആവുമ്പോൾ വേണ്ട കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കുന്നത്. ഈ ബൂട്ട് ഡയറക്ടറിയാണ്. ഓക്കെ. ഇതാണ് ഈ ഡയറക്ടറികൾ. അപ്പം മെയിനായിട്ടുള്ള ഇതൊക്കെ കാണിച്ചു തന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളാണ്. പിന്നെ കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ലിനക്സ് നമുക്ക് തന്നെ നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റും. അത് അപ്പം ഈ ഒരു ഏരിയാസ് ഒക്കെ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയാസ് ആണെന്ന് കാണിച്ചു തരാൻ വേണ്ടി. ഓക്കെ. ഇതൊക്കെയാണ് ഫയൽ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു സാധനം. പിന്നെ ഓക്കെ, ChatGPT DeepSeekഉം. എടാ, നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും വന്ന് എന്താ പറയുക എന്നോട് ചോദിക്കണം എന്നില്ല. ഓക്കെ. എല്ലാ ഡൗട്ട്സും എന്നോട് വന്ന് ചോദിക്കാൻ തന്നെ എല്ലാവർക്കും ഡൗട്ട്സ് തീർത്തു തരാൻ എനിക്ക് പറ്റണമെന്ന് ഇല്ല. അതാണ് മെയിൻ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ChatGPT DeepSeek പോലുള്ള സാധനങ്ങളിലൊക്കെ ഒന്ന് ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് തന്നെ വീണ് കിടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ അതിനെ മാത്രം ആശ്രയിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്യാം, മെയിൻ ചില കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒരു കമാൻഡ് അടിച്ചിട്ട് എറർ കാണിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ ഒരു എറർ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യുക, കൊണ്ടുപോയിട്ട് DeepSeekൽ ഇട്ട് നോക്കുക, ChatGPTയിൽ ഇട്ട് നോക്കുക. ഇത് നിങ്ങൾ മാക്സിമം AI ബോട്ട്സിനൊക്കെ ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇപ്പം ChatGPT, DeepSeek, Pentest GPT, Hacker GPT, അങ്ങനെ കുറേ GPTകളുണ്ട്. ഇപ്പം നിങ്ങൾ ഈ GPTകളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് വെക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിടത്ത് കിട്ടാത്ത ഉത്തരം മറ്റിടത്ത് കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കിട്ടുന്നതോടെ വരെ നമ്മൾ അന്വേഷിക്കുക.
ഇപ്പൊ എനിക്ക് ഒരു എറർ അടിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു, ഞാൻ അതുകൊണ്ട് ചാറ്റ് ജി പി ടിയിൽ ഇടുന്നു, ചാറ്റ് ജി പി ടിയോട് ചോദിക്കുന്നു, ചാറ്റ് ജി പി ടി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുന്നു, ഫലം കണ്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡീപ് സീക്കിൽ ഇട്ട് നോക്കുന്നു. ഇങ്ങനെയേ നമ്മൾ പഠിക്കുള്ളൂ. അല്ലാതെ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാക്കർ ജി പി ടി ഉണ്ട്, പെൻടെസ്റ്റ് ജി പി ടി ഉണ്ട്, അങ്ങനെ കുറെ ജി പി ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നതും മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും ചാറ്റ് ജി പി ടി ആണ്. കാരണം വെച്ചാൽ എനിക്ക് ഡീപ് സീക്കിലൊന്നും അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ചാറ്റ് ജി പി ടി ആണെങ്കിൽ മര്യാദക്കൊക്കെ ആണെങ്കിൽ അത് കുറച്ച് വൃത്തിക്കും കാര്യങ്ങളും ലോജിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരണമെങ്കിലും ചാറ്റ് ജി പി ടി തന്നെയാണ് പറഞ്ഞു തരുന്നതിൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നും പറഞ്ഞാൽ ചാറ്റ് ജി പി ടി മാത്രം യൂസ് ചെയ്തിരിക്കുകയല്ല. നിങ്ങൾക്ക് ചില സമയത്ത് ജെമിനായി യൂസ് ചെയ്ത് നോക്ക്. ചില കാര്യങ്ങൾക്ക് വേണ്ടി ജെമിനായി യൂസ് ചെയ്ത് നോക്കാം, ഡീപ് സീക്ക് യൂസ് ചെയ്ത് നോക്കാം. ടൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരേ സമയത്ത് ചാറ്റ് ജി പി ടി ഡീപ് സീക്ക് ഉപയോഗിക്കാം. കാരണം ചാറ്റ് ജി പി ടി ഒക്കെ കോഡുകൾ ചെറുതാക്കിയേ തരത്തുള്ളൂ. അതിന് സമയത്ത് ഡീപ് സീക്കാണ് ഒത്തിരി തരും. പക്ഷെ ഡീപ് സീക്കിന്റെ കോഡുകൾ എറർ ഭയങ്കര കൂടുതലായിരിക്കും. ഇത് പണ്ടത്തെ മെത്തേഡാണ് കേട്ടോ. ഇപ്പൊ ഈ ഡീപ് സീക്കും ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എല്ലാവരും ടൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നത് ആന്റി ഗ്രാവിറ്റി പോലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾ മാക്സിമം ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുക. കാരണം നമ്മൾ മറ്റൊരാളുടെ സഹായം തേടാതെ നമുക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അവിടെ നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതെന്തിനാ അങ്ങനെ പഠിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ആരെയാ? കമ്പനിയുടെ സെക്യൂരിറ്റി മുഴുവൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഓണറിനോട് ചെന്ന് ചോദിക്കാൻ പറ്റുമോ? അയ്യോ ഇന്ന എന്റെ പ്രശ്നമുണ്ട്, ഞാൻ എന്താ ചെയ്യണേ? അങ്ങനെ ചോദിക്കാൻ പറ്റൂല. കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് ഇന്ന് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഒരു കാര്യം എങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുക, ഡീപ് സീക്ക് യൂസ് ചെയ്യുക, അങ്ങനെ പിന്നെ ഗൂഗിളിൽ ചോദിച്ചു നോക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ ഒരു സെൽഫ് ലേണർ ആയി തീരുക. കാരണം നമ്മൾ മറ്റൊരാൾ പറഞ്ഞു തന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ല നമ്മൾ സെൽഫ് ലേൺ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, കമാൻഡ്സ് ആയാലും ടൂൾസിന്റെ ഓരോ പ്രശ്നങ്ങളാണേലും ഒക്കെ നിങ്ങൾ തന്നെ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഞാൻ സഹായിക്കുകയല്ല, എന്നെ വിളിച്ചേക്കരുതെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒരു സ്കിൽ ഡെവലപ്മെന്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതുപോലും നിങ്ങളൊന്ന് അതും കൂടി നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങിയാൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ തീരും. ഇപ്പൊ നിങ്ങൾക്ക് ബാൻഡഡ് സീറോ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ആ ലെവൽ ഏതാണെന്നും കാര്യങ്ങൾ ഏതാണെന്നും ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി പറഞ്ഞു തരും. ചാറ്റ് ജി പി ടിക്ക് അറിയാൻ പാടാത്ത സാധനമൊന്നും അല്ലല്ലോ. ചാറ്റ് ജി പി ടി പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. 1-2 തവണ നിങ്ങൾ ചാറ്റ് ജി പി ടി പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ ഒന്നും കൂടി നിങ്ങൾ സ്വന്തം റിപ്പീറ്റ് ചെയ്ത് നോക്ക്. ഒരു തവണ ചാറ്റ് ജി പി ടി പറയുന്ന പോലെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ സെയിം ലെവൽ നിങ്ങൾ സ്വന്തം ചെയ്യാൻ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാതെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് മാനുവൽ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് കയറും. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ കമാൻഡാണ് അടിക്കേണ്ടത്. അത് നിങ്ങൾ പിന്നെ മറന്നുപോയാലും പ്രശ്നമില്ല. പിന്നെ മറന്നുപോയാൽ പിന്നെയും ചാറ്റ് ജി പി ടിയോട് ചോദിച്ചോ. അങ്ങനെ ഒരു 3-4 വട്ടം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കമാൻഡും ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ മൈൻഡിൽ കയറും. അപ്പം ഇതൊന്നും ഒറ്റയടിക്ക് കയറുന്ന സാധനമല്ല. ഇതിനൊക്കെ നല്ല ടൈമും കാര്യങ്ങളും എടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ നിങ്ങൾ ചാറ്റ് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യം. ഞാൻ ഒരു ടൂള് കാണിച്ചു തരാവേ. ഞാൻ ഇതിന്റെ റിക്വയർമെന്റ്സ് ഒന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. മെനക്കേടാണല്ലോ, സമയം പോകുമല്ലോ. എടാ സമയം പോകും. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാൻ വെച്ചേക്കാം. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കുറെ പരിപാടി ഉണ്ടല്ലോ. ഞാൻ നിങ്ങൾക്ക് ബ്രേക്കിന് ശേഷം കാണിച്ചു തരാവേ. അതെന്ന് വെച്ചാൽ ഈ നട്ടാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ടൂളിന്റെ പേരാണ് നട്ടാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഹണിപോട്ട് ടൂളാണ്. ഹണിപോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിരുന്നു. ഓൾട്രിക്സ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ സോഴ്സ്
ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കിടന്ന് ഡൗൺലോഡ് ആയിക്കോട്ടെ. ആ സമയം വേണ്ടി ബാക്കി കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫിഷിങ് കാലി ടൂൾസ് ഓവർവ്യൂ. ഫിഷിങ്ങും കാലി ടൂൾസ് ഓവർവ്യൂ ഇത് കഴിഞ്ഞ ഓക്കെ. പെർമിഷൻ ഡിനൈഡോ സുഡോ Titan 3. ഓക്കെ എടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഹണി പോട്ട് ടൂളാണ് നട്ടാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഹണി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ തോന്നുന്നു. എന്താ പറയുക, നമുക്ക് ഒരു അറ്റാക്കർ നമ്മുടെ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്ന് വിചാരിക്കുക, നമ്മുടെ കമ്പനിയുടെ സിസ്റ്റത്തെ. അപ്പം നമ്മൾ അയാളെ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി, അയാളെ പറ്റിക്കാൻ വേണ്ടിയും നമ്മളൊരു ഫേക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നോക്കും. അതിന് പറയുന്ന പേരാണ് ഹണി പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹലോ ഹലോ, ഞാൻ ക്ലാസ്സിലാ. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് ഹണി പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഹണി പോട്ടാണ് നട്ടാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ നട്ടാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാർവൽ മൂവീസ് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതായത് നട്ടാഷ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്, ബ്ലാക്ക് വിഡോ. ഓക്കെ, ബ്ലാക്ക് വിഡോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു സൗന്ദര്യം കാണിച്ച് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആ ബ്ലാക്ക് വിഡോയുടെ പേരാണ് നട്ടാഷ. അപ്പൊ ആ ഒരു തീമിലാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നട്ടാഷ ദ ബ്ലാക്ക് വിഡോ ഓഫ് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു റിയൽ ഹണിപോട്ട് എന്താ ചെയ്യുന്നത്, റിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അവരെ പറ്റിച്ച് നമ്മൾ അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന പറയുന്ന പേരാണ് ആണ് ഈ ഹണിപോട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ നട്ടാഷ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് ഓൾ ഇതെന്താ, ഐ തിങ്ക് കമാൻഡിൽ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ടൂളും എന്തോ പറ്റി കിടക്കാണ്, എന്താണെന്നറിയില്ല. സ്റ്റാർട്ട്, ഓ സ്പെല്ലിങ് തെറ്റാണോ? അല്ലല്ലോ, സ്റ്റാറ്റസ് സ്റ്റോപ്ഡ് ആണ്. HTTP ശരി. സ്റ്റോപ്പ് എടാ, എനിക്ക് ഐ തിങ്ക് എന്തോ എറർ അടിക്കുന്നുണ്ടല്ലോ. ഓ വാട്ടർ ഇറ്റ് പിന്നെ എന്തെങ്കിലും എറർ ആയിരിക്കും, ബഗ്ഗാണെന്ന് തോന്നുന്നു. കമാൻഡ് അടിച്ചിട്ടൊന്നും വർക്ക് ആവുന്നില്ല. ഇല്ല, ഞാൻ എനിക്ക് ഈ ഹണിപോട്ട് കാണിച്ചു തരായിരുന്നു. ഓക്കെ, സോറി കേട്ടോടാ, അതും വർക്ക് ആവണില്ല. വേറെ അതുപോലെ ഒരു ടൂളുണ്ട് റെജാസ്പ്ലോയിറ്റ് എന്നും പറഞ്ഞിട്ട്, അതും വർക്ക് ആവുന്ന ഒരു ലക്ഷണത്തിലല്ല ഇരിക്കുന്നത്. എന്തോ ബഗ് അടിച്ച് കിടക്കുക രണ്ട് സാധനം. പക്ഷെ അത് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു അറ്റാക്കിംഗ് ഫ്രെയിം വർക്ക് ആണ്. ഇവിടെ റൺ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ, എന്തായാലും എറർ അടിച്ച് കാണിക്കും. ഞാൻ പറഞ്ഞേ എറർ അടിച്ചു, അതും എറർ അടിച്ചു, അതും എറർ അടിച്ചു. ആയിക്കോട്ടെ, ഇത് മാത്രമുണ്ട് ഓൺ ആയത്. ഡിഫൻസീവ് ആൻഡ് മോണിറ്ററിങ്ങിൽ അത് ഓൺ ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ബഗ് തീർത്തിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ, യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിനകത്തും ഞാൻ ഹണിപോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇത് സ്റ്റാർട്ട് ഹണി പോർട്ട്. ഇവിടെ നമ്മൾ പോർട്ട് നമ്പർ കൊടുക്കണം, പിന്നെ ഒരു IP അഡ്രസ്സ് കൊടുക്കണം, കോൺഫിഗറേഷൻ ഇമെയിൽ കൊടുക്കണം. അലേർട്ട് വരട്ടെ, ഏത് ഇമെയിലാന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിലോട്ടൊക്കെ അലേർട്ട് വരും. പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മളിവിടെ നമ്മുടെ ഒരു ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോർട്ട് സ്കാൻ ചെയ്താൽ തന്നെ മതി, അപ്പോഴത്തേക്ക് നമുക്ക് അലേർട്ട് വരും. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം, ബഗ്ഗൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം. എനിക്കിപ്പോൾ അതിന് പുറകെ കിടക്കാൻ സമയമില്ലാത്തതാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ലൈവായിട്ട് ലോഗ് ഡീറ്റെയിൽസും നമുക്കൊരു IP അഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ IP അഡ്രസ്സ് ബാൻ ചെയ്യാൻ പറ്റും. ബാൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് പിന്നെ IP അഡ്രസ്സിന് ലോഗ് ചെയ്യാൻ പറ്റില്ല എന്നാട്ടോ ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. റാൻഡം പാസ്വേഡ് ജനറേറ്റർ അത് വർക്കാവും. ഇവിടെ നമുക്ക് പാസ്വേഡൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടൂള് എന്തിനാ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാക്കേഴ്സിന്റെ ഡെയിലി ലൈഫിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അതായത് നമുക്ക് ചിലപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമൊന്നുമില്ലല്ലോ. ഇൻക്ലൂഡ് സിമ്പിൾസ്, അതെ പാസ്വേഡ് എന്നിട്ട് എവിടെയോ ചെന്ന് കിടപ്പുണ്ട്. എവിടെയാ ഹോം നമ്മുടെ റിസൾട്ടിന്റെ ഫയലിൽ ചെന്ന് കിടക്കും പാസ്വേഡുകൾ. ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെ പറ്റും. QR കോഡ് ജനറേറ്റർ URL ടെക്സ്റ്റ് ഓർ ഡീഫോൾട്ട് PNG കൊടുക്കാല്ലേ. ഓക്കെ, ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. QR കോഡ് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാമേ. ZTG open. കണ്ടോ, ഈ QR കോഡ് ജനറേറ്റ് ചെയ്ത് പെൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ടൂൾ വെച്ച് അങ്ങനത്തെ നമുക്ക് ഈ ലിങ്ക് ഒക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ QR കോഡ് ജനറേറ്റ് ചെയ്യൂലേ, അതിനുവേണ്ടിയൊക്കെ തന്നെ. പിന്നെ ഇവിടെ നമുക്ക് ഹാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലിങ്ക് മാസ്കർ ഒക്കെ കൊണ്ടുവരുന്നേ ഉള്ളൂ. പിന്നെ പാസ്വേഡ് സ്ട്രെങ്ത്, ഇപ്പൊ നമ്മളൊരു പാസ്വേഡിന്റെ സ്ട്രെങ്ത് ഒക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു പാസ്വേഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്ട്രെങ്ത് എന്തോരാണെന്നൊക്കെ നോക്കാൻ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ലെങ്ത് 8 ഉണ്ട്, സ്ട്രെങ്ത് വെരി വീക്ക് എന്ന് കാണിച്ചിരിക്കുന്നത്. കാരണം ഈ വെരി വീക്ക് എന്ന് കാണിക്കാൻ കാരണം ഇതൊക്കെ നമ്മുടെ rocky.txt വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഇത് ഇതിന്റെ ഒക്കെ ബഗ് ഫിക്സ് ചെയ്തിട്ട് ഈ സാധനമൊക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ, ടൂൾസ് ഒക്കെ. ഓക്കെ എടാ, പിന്നെ നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? അതായത് ഒരു സ്ക്രീനിൽ തന്നെ 2 ടെർമിനൽ കൊണ്ടുവരാൻ പറ്റും. സംഭവമൊന്നുമില്ല, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് വ്യൂ ടോപ്പ് ടു ബോട്ടം കാണിക്കും. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീൻ ഇതേ മേളിലും താഴെയായിട്ട് വരും. നോക്കിക്കേ, മുകളിൽ ഒരു സ്ക്രീൻ, താഴെ ഒരു സ്ക്രീൻ വരും. അതേ സമയത്ത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്പ്ലിറ്റ് വ്യൂ ലെഫ്റ്റ് റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇടത്തും വലത്തോട്ട് സ്ക്രീൻ ഇങ്ങനെ പുതിയത് ജനറേറ്റ് ആവും ടെർമിനൽ. മനസ്സിലായോ? നമുക്ക് ഈ മൾട്ടി പർപ്പസ് ചെയ്യണമെങ്കിൽ ഒരേ സമയത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മനസ്സിലായോ? അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നോക്കിയാൽ മതി, ഇവിടെ കാണിക്കും. ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യുക, അവിടെ തന്നെ ക്ലോസ് ഞെക്കുക, ക്ലോസ് സബ് ടെർമിനൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ക്ലോസ് സബ് ടെർമിനൽ കൊടുക്കുക, ക്ലോസ് സബ് ടെർമിനൽ കൊടുത്താൽ അതൊക്കെ ക്ലോസ് ആയി പൊക്കോളും. അതുപോലെ തന്നെ വേറൊരു ടെർമിനൽ, അതായത് എൻ്റയർ വേറെ സെഷനാ തുടങ്ങുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ മോളിൽ പോയിട്ട് സെഷൻസ് കൊടുത്തിട്ട് ന്യൂ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു ടാബ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഇവിടെ വേണേൽ ടാബിൻ്റെ പേര് റീനെയിം ചെയ്യാൻ പറ്റും. അതായത് അത് ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇപ്പം ഇവിടെ ഫിഷർ എന്ന് ഞാൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ സെഡ് ഫിഷർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുക, ഞാൻ റീനെയിം ചെയ്യാണ്. എന്താ ചെയ്യുക, ഓക്കെ ഓക്കെ എടാ, ഇങ്ങനെ നമ്മൾ സെഷന് റീനെയിം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളിവിടെ നടക്കുന്നത് നമുക്ക് പെട്ടെന്ന് മറ്റ് ഫയലിലേക്ക്. ഇപ്പം നമ്മൾ ചുമ്മാ
സെഷൻസ് ഓപ്പൺ ആക്കുവാണെങ്കിൽ എന്നാ പറ്റും, എന്തെങ്കിലുമൊക്കെ പേരിലായിരിക്കും കിടക്കുക. ഇപ്പൊ ഓൾട്രിക്സ് റജാസ്പ്ലോയിറ്റ് ആ ഫോൾഡർ നെയിമിലൊക്കെ ആയിരിക്കും കിടക്കുക. പക്ഷെ ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ സെഷൻ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് എന്താ പറയാ SQL മാപ്പ് അല്ലെങ്കിൽ SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സെഷൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക, ഇവിടെ റീനെയിം ചെയ്തിട്ട് SQL അറ്റാക്ക് എന്ന് കൊടുക്കുക. അപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും സെഷനിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഇതേപോലെ നമ്മൾ ചിലപ്പോൾ നമ്മൾ വലിയ വലിയ അറ്റാക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒത്തിരി ടാബ് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതിൽ ഏത് ഇതുണ്ട്, ഇതൊക്കെ ഒരേ പേരിലല്ലേ കിടക്കുന്നേ. അപ്പൊ ഞാൻ ആക്ച്വലി ഏത് ടാബിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഇവ റീനെയിം ചെയ്തത്. ഇപ്പൊ ഇത് എവിടെ നോക്കി കഴിഞ്ഞാൽ സെറ്റ് ഫിഷർ യൂസ് ചെയ്യുന്നത് എവിടെയാ, ഈ ടാബിൽ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ടാബിലോട്ട് പോകാൻ പറ്റും സെറ്റ് ഫിഷറിന്റെ. അപ്പൊ ഇങ്ങനെ ഒന്ന് റീനെയിം ചെയ്ത് നോക്കുക. അതല്ല ഒരു സ്ക്രീനിൽ തന്നെയാണ് മൾട്ടിപർപ്പസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ സബ് ടെർമിനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. ടോപ്പ് ലെഫ്റ്റ് ഇങ്ങനെയൊക്കെ സബ് ടെർമിനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ പണീനെ കുറച്ചുകൂടി എളുപ്പമാക്കും കേട്ടോ. ക്ലോസ് ടെർമിനൽ, ഓക്കെ ക്ലോസ് ടെർമിനൽ, വേറെ ടെർമിനലൊന്നുമില്ല. ഓക്കെ, ഇതാണ് മെയിനായിട്ട് എന്താ പറയുക, എന്തായാലും ഞാനിപ്പോൾ എടുത്തു വന്നോണ്ടിരുന്ന എന്തായിരുന്നു, ഇനി ഫിഷിങ്ങും കാളിലൈൻസ് ടൂൾസ് ഓവർവ്യൂ ഉണ്ടല്ലേ. എടാ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ കണ്ടോ. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഇവര് തന്നെ, അതായത് ലിനക്സ് തന്നെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓരോരോ ടൂൾസും എന്തിനു വേണ്ടി ഉള്ളതാണെന്ന്. അത് റെക്കഗ്നൈസിൻസ് നമുക്ക് ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിനാണ് നമ്മൾ നോക്കുന്നെങ്കിൽ ലിനക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഡീഫോൾട്ട് ആയിട്ട് ഇൻഫോർമേഷൻ ഗ്യാതറിങ്ങിന് വേണ്ടി നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്നുണ്ടോ, ബർബ്സ്യൂട്ട്, ഡെർബ്, പിന്നെ ഡെർബസ്റ്റർ, പിന്നെ ഫഫ്, ഗോബസ്റ്റർ, ലെഗിയൻ, മാൽറ്റിഗോ, എൻമാപ്പ്, റെക്കണഞ്ചി, സെൻമാപ്പ്. ഈ സെൻമാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻമാപ്പിന്റെ എന്താ പറയാ, അതിന്റെ പേരുണ്ടായിരുന്നല്ലോ. അതായത് എൻമാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെർമിനലിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെൻമാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വെബ്സൈറ്റ് പോലെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എൻമാപ്പ് ഇത് കണ്ടോ, ഇതാണ് സെൻമാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂള്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻമാപ്പ്, ഇവിടെ നമ്മളിപ്പോൾ ഒരു IP അഡ്രസ് കൊടുക്കണം. IP അഡ്രസ് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് എൻമാപ്പും കാണിച്ചു തരാം. എൻമാപ്പ്, ഒരു മിനിറ്റ്. ഓക്കെ, എടാ ഇവിടെ അടിച്ച പ്രത്യേകിച്ച് ഒന്നും വരാനൊന്നും പോകുന്നില്ല. ഓക്കെ, എടാ ഇത് കണ്ടോ, ഇവിടെ ഇപ്പൊ നമുക്ക് IP അഡ്രസ്സും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നില്ല. ഈ ഒരു സ്കാൻ എന്താന്നൊക്കെ എൻമാപ്പിന്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് എൻമാപ്പ് വർക്ക് ആവുന്നത്. എൻമാപ്പ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഡയറക്റ്റ് നമ്മുടെ ടെർമിനലിലാണ് വർക്ക് ആവുന്നത്. ഈ എൻമാപ്പ് നമുക്ക് ഡയറക്റ്റ് ടെർമിനലിൽ യൂസ് ചെയ്യാതെ ഒരു വെബ്സൈറ്റ് കണക്കിന് അല്ലെങ്കിൽ ഒരു ടൂള് കണക്കിന് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് സെൻമാപ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ചുമ്മാ IP അഡ്രസ് കൊടുക്കുക, എന്ത് സ്കാനാ വേണ്ടത് ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡീഫോൾട്ട് കമാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി വന്ന് ഡിഫൈൻ ആയി കിടക്കും. അത് നിങ്ങൾ ഇവിടെ നോക്കുകയാണേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ പിങ് എന്നാ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കമാൻഡ് മാറിയത് കണ്ടോ, ഇവിടെ കമാൻഡ് മാറുന്നുണ്ടോ. ഞാൻ ഇവിടെ കാര്യങ്ങൾ മാറ്റും. എന്നിട്ട് നമ്മൾ സ്കാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്ത് റിസൾട്ട് ഒക്കെ ഇവിടെ കൊണ്ടുവരും. പക്ഷെ നമുക്ക് അതേ സമയത്ത് ഇവിടെ സ്കാൻ ചെയ്യണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നത് അതെ ഇങ്ങനെ നമ്മൾ കമാൻഡ് അടിച്ചാൽ സ്കാൻ ചെയ്യുന്നത്. ഈ എൻമാപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചു തരാം, ബ്രേക്ക് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നോക്കട്ടെ. അപ്പം ഇത് ഇങ്ങനെ ടൂൾസ് കുറച്ച് നമുക്ക് എന്ത് ടൂളാണ്, ഏത് അറ്റാക്കാണ് നമ്മൾ നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണ് നടത്തുക, അതിനുവേണ്ടിയുള്ള കുറച്ച് സെക്ഷൻസ് ഇത് വേർതിരിച്ചാണ് ടൂൾസ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടൂൾസൊക്കെ നിങ്ങളൊന്ന് കയറി നോക്കുക. നമുക്ക് ഇതിനകത്തുള്ള എല്ലാ ടൂൾസും ഒരിക്കലും എടുത്ത് തീർക്കാൻ പറ്റൂല. ഈ ടൂൾസൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഇപ്പോൾ റെക്കഗ്നൈസിൻസ്, അതുപോലെ ഇനീഷ്യൽ ആക്സസിന് വേണ്ടിയാണെങ്കിൽ ഗോ ഫിഷ് എന്ന് പറഞ്ഞ ഒരു ഫിഷിംഗ് ടൂളാണ്. സെറ്റ് ടൂൾ കിറ്റ്, SQL മാപ്പ്, മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്, ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. എക്സിക്യൂഷൻ ആണ് മെറ്റാസ്പ്ലോയിറ്റ്, പ്രിവിലേജ് എസ്കലേഷൻ ആണെങ്കിൽ മെറ്റാസ്പ്ലോയിറ്റ്, പിന്നെ പേഴ്സ്, യൂണിക്സ് പ്രിവിലേജ് എസ്ക്,
അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ക്രെഡൻഷ്യൽ ആക്സസിന് ഹൈഡ്ര, ജോൺ ദ റിപ്പർ, പിന്നെ മെഡൂസ, എൻക്രാക്ക്, അങ്ങനത്തെ പാസ്വേഡ് ക്രാക്ക്, പിന്നെ വേർഡ് ലിസ്റ്റുകൾ, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇവിടെ വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. ഫോറൻസിക്കിനാണ് അത്. ഓക്കെ, അങ്ങനെ നമുക്കുള്ള ടൂൾസ്, ഏത് ടൂളാണ് ഏത് അറ്റാക്കിനൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇവർ കൊടുത്തിരിക്കുന്നതാണ് ഈ കാണുന്ന സെക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടൂൾസും കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ഒരു സാധനം, നമ്മൾ എത്തിക്കൽ ഹാക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹാക്കറാണ്. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അല്ലേ? ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കുക, അപ്ഡേറ്റ് ആയിരിക്കുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യമാണ്. സോ ഇത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണൽ ആൾക്കാരുടെ ഹെൽപ്പ് വേണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ ഫോളോ ചെയ്ത് വെക്കുക എന്നുള്ള പറയുന്ന ഒരു സാധനം. വെയിറ്റ്, ഓക്കെ. അപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സിനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വെക്കണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ 2-3 യൂട്യൂബേഴ്സിനെ കാണിച്ചു തരാം. ഒന്ന്, ഓക്കെ, നെറ്റ്വർക്ക് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു യൂട്യൂബ് ചാനല് നിർബന്ധമായും നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചിരിക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനങ്ങളാണ്. നമുക്ക് എന്താ പറയുക, ഇദ്ദേഹം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹാക്കറാണ്, ഒരു എത്തിക്കൽ ഹാക്കറാണ്. ഇദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടുന്ന കണ്ടന്റ്സ് മാത്രം ഉള്ള ഒരു യൂട്യൂബറാണ്. ഇയാളുടെ കണ്ടന്റ്സ് ഒക്കെ എന്താ പറയാ, ഭയങ്കര അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇയാളുടെ പണ്ടത്തോട്ടുള്ള വീഡിയോസും കണ്ടു തുടങ്ങുക. എല്ലാ സാധനങ്ങളും ഇയാൾ അപ്ലോഡ് ചെയ്ത് തരും. നിങ്ങളെ ഹാക്കിങ് പഠിപ്പിക്കാനാണെങ്കിൽ പോലും ഇയാൾ അടിപൊളിയാണ്. ഇയാൾ നന്നായിട്ട് ക്ലാസ് എടുത്തു തരും. ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നവരൊക്കെ തന്നെയാണ് ഇയാളും ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇയാളുടെ ഒരു മെത്തേഡൊക്കെയാണ് ഞാനും ഏകദേശം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാ അറ്റാക്കുകളെ പറ്റി ഇയാൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചാനൽ ഏതാണ്? നെറ്റ്വർക്ക് ചക്ക്. ഇത് നമുക്ക് ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ, പുതിയ കാര്യങ്ങളും അറ്റാക്കുകളെ പറ്റിയൊക്കെ പഠിക്കാൻ അടിപൊളിയാണ്. രണ്ടാമത്തേതാണ്, അയ്യോ പേര് പറഞ്ഞല്ലോ, ആ പുള്ളിക്കാരുടെ പേര് മറന്നുപോയി. ഇതെന്താ എല്ലാവരുടെയും പേര് മറന്നുപോയല്ലോ. ഓക്കെ, അടുത്തൊരു സാധനമാണ് സ്ക്രാച്ച് മലയാളം എന്ന് പറഞ്ഞിട്ടൊരു ചാനല്. ഓക്കെ, ഈ ഒരു ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മാൽവെയറിന്റെ കോഴ്സുകളായിക്കോട്ടെ, പുതിയ ടൂൾസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ബർബ്സ്യൂട്ട്, വയർ ഷാർക്ക്, ഇതുപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ചാനലാണ് എന്തെന്ന് പറയുന്നത്, സ്ക്രാച്ച് മലയാളം എന്ന് പറയുന്ന ചാനല്. ഓക്കെ, എടാ ഒരാളും കൂടി ഉണ്ട്, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയൊരു യൂട്യൂബറാണ് ഇത്. ഓക്കെ, അതെ, സൈബർ സെക്യൂരിറ്റി സ്കാംസ്. നിങ്ങൾ ഈ പുള്ളിക്കാട്ടിയുടെ കമന്റിൽ ചെന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചാൽ മതി. ഈ പുള്ളിക്കാട്ടി അതൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അങ്ങനത്തെ നല്ലൊരു യൂട്യൂബറായത്. ഓക്കെ, പിന്നത്തെ ഒരു യൂട്യൂബ് ചാനലാണ് ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ. ഓക്കെ, ഹാക്ക് ഫയൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു ചാനലാണ് ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ പുള്ളി ഇഷ്ടം പോലെ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളായിക്കോട്ടെ, കോഡിങ്, അതായത് നമുക്ക് കുറച്ചൊക്കെ കോഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ, ഇതൊക്കെ ഈ പുള്ളിയുടെ ചാനൽ ഇഷ്ടം പോലെ പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഹാക്ക് ഫയൽസ് എന്ന് പറഞ്ഞൊരു ചാനല് എന്ത് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അടുത്ത ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാധനം, ഇത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊമോട്ട് ചെയ്യുമോ അതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം ചെയ്യുന്നത് തെറ്റാണോ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും കേട്ടോ, എങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാം. അതായത് ബ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ബ്രോട്ടോടൈപ്പ്. ഓക്കെ, അത് നല്ല പ്രശസ്തമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കൊച്ചി, കോഴിക്കോടിലൊക്കെ. നിങ്ങൾ ഈ ഒരു learn.brototype.com എന്ന് പറയുന്ന ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, learn.brototype.com. ഈ വെബ്സൈറ്റിൽ ഒന്ന് കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത്
ദേ ഇവിടെ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് 100 കോഡിംഗ് ആണോ പഠിക്കേണ്ടത്, വെബ് ഡിസൈനിങ് ആണോ, വെബ് ഡെവലപ്മെന്റ് ആണോ, പൈത്തൺ കോഡിംഗ് ആണോ, റിയാക്ട് ആണോ പഠിക്കേണ്ടത്, ഡാറ്റ സ്ട്രക്ചർ ആണോ, പൈത്തൺ ഡിജാഗോ ആണോ, ഫ്ലട്ടർ ഡെവലപ്മെന്റ്, എന്ത് ഗെയിമിംഗ് ഡെവലപ്മെന്റ്, സൈബർ സെക്യൂരിറ്റി, ജാവാസ്ക്രിപ്റ്റ്, എന്ത് സാധനം നിങ്ങൾക്ക് പഠിക്കണോ അത് ഇവന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. ഞാന് ഞാൻ എൻ്റെ ഈ സൈബർ സെക്യൂരിറ്റി കംപ്ലീറ്റ് പഠിച്ചെടുത്തത്. എന്താടാ എന്താടാ പ്രോട്ടോടൈപ്പിനെതിരാണോ? എടാ നിങ്ങൾ എന്ത് പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാനൊരു പ്രോട്ടോടൈപ്പിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ഒന്നും അല്ല. ഞാൻ ഇതേപോലെ യൂട്യൂബിൽ കണ്ട് ലാസ്റ്റ് ഇവന്മാരുടെ വെബ്സൈറ്റിൽ ഇവരുടെ ക്ലാസ് കൂടി. അതായത് നിങ്ങൾ നോക്കിക്കോ, ഇവരുടെ 43 വീഡിയോ ഇട്ടതില് ഞാൻ എത്ര എണ്ണം കൂടിയിട്ടുണ്ടത്? ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ കൂടി തീർന്നു. ഞാൻ 2 എണ്ണേ കൂടാത്തേ ഉള്ളൂ. കാരണം ഇവരുടെ ക്ലാസ് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാ കാര്യവും തിയറി, ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന തിയറിയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും ഇവന്മാര്. ഓക്കെ, അല്ലാതെ അവരുടെ ഓഫ്ലൈൻ എന്ത് പറ്റി? ഇപ്പൊ വീഡിയോക്ക് വല്ല പ്രശ്നം വന്നിട്ടുണ്ടോ? ഞാനങ്ങനെ പറഞ്ഞില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. 5 ലക്ഷം പോയിട്ട് ആടെ പോയിട്ട് പഠിക്കണമെന്നുണ്ടോ? നീ പറഞ്ഞത് കേക്ക്, അവൻ എന്നോട് പറഞ്ഞ ഞാൻ കേട്ടില്ല, കട്ടായിപ്പോയി. അവൻ പറഞ്ഞത് ഞാൻ അവിടെ പോയി 5 ലക്ഷം റുപ്യ എടുത്ത് പഠിക്കുകയാണെന്ന്. ആര്? അവനോ? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ സ്ഥാപനം കേട്ടിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സും ട്യൂട്ടോറിയലൊക്കെ ഞാൻ വെബ് ഡിസൈനിൽ ആദ്യം തുടങ്ങി. അപ്പൊ അതിന്റെ തുടങ്ങിയ ഇത് കണ്ടിട്ട് എത്രയോ തുടങ്ങിയ ക്ലാസ്സും അതിന്റെ എത്രയോ റിയാക്ട് ഒക്കെ പഠിച്ച് ഈ ക്ലാസ് കണ്ടിട്ടാ. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്. ആ എടാ, ഇപ്പൊ ഇതുമാതിരി പ്രൈവറ്റ് ആക്കി തോന്നുന്നല്ലോ. ഇല്ലല്ലോ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നതിനകത്ത് നമ്മളൊരു അസസ്മെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭൂരിഭാഗ സമയം നമ്മൾ നിങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പം ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കാണിച്ചത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇഷ്ടം പോലെ റിസോഴ്സുകൾ കിടപ്പുണ്ട് നമുക്ക് പഠിക്കാൻ. എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എന്തൊക്കെ സിസ്റ്റംസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇതൊക്കെ എങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റോപ്പ് പ്രസന്റിങ്. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ നോക്കുക. പിന്നെ ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന സമയം കൊണ്ട് നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഐ മീൻ പ്രാക്ടിക്കൽ ഒന്നും കയറിയിട്ടില്ല. അപ്പം ഇപ്പം എന്തായാലും 8:15 നിങ്ങൾ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കണോ അതോ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ? ഞാൻ ജസ്റ്റ് കുറച്ച് ഫിഷിംഗ് ടൂൾസും കൂടി കാണിച്ചു തരാനാ. ഒന്നും പ്രാക്ടിക്കൽ എടുക്കാതെ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? കുറച്ച് ഫിഷിംഗ് ടൂൾസും കാര്യങ്ങളും കാണിച്ചു തരാം. എന്നെ വേണ്ടേ? ബ്രേക്ക് വന്നിട്ട് പോണോ അതോ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫിഷിംഗ് ടൂൾസ് കാണിച്ചില്ല? കണ്ടിന്യൂസ് ആണെങ്കിലും ഫിഷിംഗ് ടൂൾസ് തന്നെ കാണിച്ചു തരാൻ പോകുന്നേ, അല്ലാതെ വേറെ ഒന്നും പ്രാക്ടിക്കൽ കേട്ടില്ല. ഓക്കെ, ചെയ്താലോ? ഓക്കെ, അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. എടാ, ഫിഷിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഫിഷിംഗ് ടൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഫിഷിംഗ് ടൂൾസ് എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണേ. അതായത് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അറ്റാക്കറിനെ അല്ലെങ്കിൽ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്. ആ ടാർജറ്റിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ അറ്റാക്കേഴ്സ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫിഷിംഗ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, എടാ, അതായത് അറ്റാക്കേഴ്സ് നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, ഒരു മെത്തേഡാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്നിട്ട് അത് വെച്ച് നമ്മളെ പറ്റിച്ച് നമ്മുടെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് തെഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അറ്റാക്കേഴ്സ് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്.
അപ്പൊ ഈ ഫിഷിംഗ് നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ എത്തിക്കൽ ഹാക്കേഴ്സ് അല്ലേ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ പഠിച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അറ്റാക്കുകൾ എന്ന് അറിഞ്ഞാലല്ലേ എന്തൊക്കെയാണ് പ്രിവെൻഷൻ നമുക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിഷിംഗ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഫിഷിംഗ് ടൂള്. അത് ഞാൻ കാണിച്ചു തരുന്നത് എന്തിനാണ്? ഇങ്ങനെ ഒരു സാധനം സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പം എന്തിനാ ഇത് തരുന്നത് മനസ്സിലായല്ലോ? അറ്റാക്കേഴ്സ് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് തരുന്നത്. ഞാൻ പറയുന്നതല്ല എന്താന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സ്ക്രീൻ ഷെയർ ആവുന്നില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടം പോലെ ടൂൾസ്, ഫിഷിംഗ് ടൂൾസ് അവൈലബിൾ ആണ് ഗിറ്റ് ഹബിൽ. ഓക്കെ, ഗിറ്റ് ഹബ് എന്താ ഞാൻ കാണിച്ചു തരാം. എടാ, ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ, പ്ലേ സ്റ്റോർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള ആപ്സും കാര്യങ്ങള്, ഫയൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള് അല്ലെങ്കിൽ ഒരു മേഖല അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഒരു പ്ലാറ്റ്ഫോമിന് പറഞ്ഞ പേരാണ് പ്ലേ സ്റ്റോർ. ആസ് എ ഹാക്കർ അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കേഴ്സ് മാത്രമല്ല കേട്ടോ, വെബ് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, ആപ്പ് ഡെവലപ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗിറ്റ് ഹബ്. അപ്പൊ ഈ ഗിറ്റ് ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പ്രോട്ടോടൈപ്പിന്റെ വീഡിയോസിനകത്ത് ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ ഗിറ്റിന്റെ വീഡിയോ ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാരണം ഗിറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഗിറ്റ് ഹബിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലേ സ്റ്റോർ പോലെ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഹാക്കേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സിന് വേണ്ടി, വെബ് ഡെവലപ്പേഴ്സിന് വേണ്ടി ഒക്കെ നിൽക്കുന്ന ഒരു സംഭവത്തിന് പറഞ്ഞ പേരാണ് ഗിറ്റ് ഹബ്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏത് ടൂൾ വേണോ അത് സെർച്ച് ചെയ്യാം. അപ്പൊ ഒരു ഫിഷിംഗ് ടൂളിന്റെ പേരാണ് സെഡ് ഫിഷർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ സെഡ് ഫിഷർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫിഷിംഗ് ടൂൾസ് കാണാൻ പറ്റും. എടാ, നിങ്ങൾ ഈ ഗിറ്റ് ഹബിൽ നിന്ന് ഒരു സാധനം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും കള്ളന്മാരാണ്, അവരും കള്ളന്മാരാണ്. നമ്മളും അറ്റാക്കേഴ്സാണ്, അവരും അറ്റാക്കേഴ്സാണ്. സോ ഒരു ടൂളിനകത്ത് തന്നെ അവർക്കൊരു മാൽവെയർ ഒക്കെ കുത്തിക്കയറ്റി അയക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ കണ്ണി കണ്ടതെല്ലാം കയറി ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. എപ്പോഴും ഒന്ന് ചിന്തിക്കണം. അവർക്ക് എന്ത് മാൽവെയർ വേണേലും അതിനകത്ത് കുത്തിക്കയറ്റാം. കാരണം നമ്മളത് കയറ്റി എല്ലാ പെർമിഷനും കൊടുത്ത ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ HTR ടെക്കിന്റെ ടൂൾസ് ഒക്കെ അത്യാവശ്യം നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സെഡ് ഫിഷറും HTR ടെക്കിന്റെ ആണ്. ഞാൻ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത HTR ടെക് എന്ന് തന്നെ സെർച്ച് ചെയ്യേണ്ടി വരുമായിരിക്കും. ഒരു മിനിറ്റ്. ഈ HTR ടെക്കിന്റെ ടൂൾസ് ഒക്കെ അത്യാവശ്യം നല്ല ടൂൾസ് ആട്ടോ. നിങ്ങളതൊക്കെ യൂസ് ചെയ്ത് നോക്കി. ഇവന്മാരുടെ ഒക്കെ ഡൗൺലോഡ് ചെയ്തോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇവന്മാരുടെ ഫിഷിംഗ് അല്ലേ നമ്മളിപ്പോൾ എടുത്തോണ്ടിരുന്നേ, സെഡ് ഫിഷർ. ഓക്കെ, ഈ സെഡ് അപ്പോൾ ഉബുണ്ടുവിന്ന് ഗിറ്റ് ഹബിൽ നിന്ന് എങ്ങനെ ഒരു ടൂൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിൽ ചെല്ലുക, ഈ സാധനം കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ടെർമിനലിലോട്ട് വരിക. സുഡോ ഗിറ്റ് ക്ലോൺ, ഇതാണ് കമാൻഡ്. സുഡോ ഗിറ്റ് ക്ലോൺ എന്ന് അടിച്ചിട്ട് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത്രേ ഉള്ളൂ കമാൻഡ്. ഒരു ടൂള് ഗിറ്റ് ഹബിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗിറ്റ് ഹബിൽ കയറുക. ഒന്നുകൂടി കാണിച്ചു തരാം. ഗിറ്റ് ഹബിൽ കയറുക. ഈ പച്ച കോഡ് എന്തെങ്കിലും ഇവിടെ ഒന്ന് ഞെക്കുക, കോഡ് കോപ്പി ചെയ്യുക, ടെർമിനലിൽ വന്നിട്ട് സുഡോ ഗിറ്റ് ക്ലോൺ അടിച്ചിട്ട് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോയി കാണിച്ചു തരാം. പിന്നെ എടാ, നിങ്ങൾ കീബോർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു സാധനം പഠിപ്പിച്ചു തരാം. നിങ്ങളിപ്പം നോക്കണേ, ഞാനിപ്പോൾ CD എന്ന് അടിച്ചിട്ട് Z എന്ന് അടിച്ചു. ഓക്കെ, ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് ഞാനിപ്പോൾ സെഡ് ഫിഷർ അടിക്കാൻ പോകുന്ന വിചാരിക്കുക. അത് ഓൾറെഡി നമ്മുടെ ലിനക്സിന് അറിയാം ഏകദേശം. അത് ഇപ്പം എന്താ പറയുക, എടാ ഇതിപ്പം ഞാൻ LS അടിച്ചു. ഇവിടെ ഇപ്പം ഞാൻ കിടക്കുന്ന ഫയൽസ് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതായത് ഈ കിടക്കുന്ന ഫയലിലേക്ക് ഇപ്പം ഞാൻ CD അടിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് ഫയലിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മുടെ സിസ്റ്റത്തിന് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്.
അപ്പൊ നിങ്ങൾ സെഡ് അടിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡി അടിക്കാൻ വിചാരിക്കും. ഡി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നുണ്ടോ? ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറിലോട്ട് വേണമെങ്കിലും പെട്ടെന്ന് ചാടാൻ പറ്റും. കണ്ടോ? ഡി മാത്രം അടിച്ചാൽ നമുക്ക് ഏത് ഇതിനകത്തേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോകാൻ പറ്റും. ടാബ് അല്ലെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ ഡി എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഡൗൺലോഡ്സ് വന്നിരിക്കുന്നത് കണ്ടോ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവിടെ വന്ന് കിടക്കുന്നതെങ്കിൽ ആരോ മാർക്ക് ഇല്ലേ, ആരോ മാർക്ക്, ഈ ഒരു സാധനം കീബോർഡിന്റെ ആരോ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോടാ? ഈ ഒരു റൈറ്റിലേക്കുള്ള ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ, ആ സാധനത്തെ പിടിച്ച് ഞെക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ആ സാധനം ഫില്ലായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് മുഴുവൻ ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടണ്ട. അപ്പൊ 2 മെത്തേഡാണ് ഉള്ളത്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സാധനം അവിടെ തെളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ, ഇപ്പൊ അതായത് വലിയ വലിയ കമാൻഡുകളൊക്കെ ശരിക്കും ഇപ്പൊ എന്തൊരു കമാൻഡ് കാണിക്കുക, ഇതുണ്ടോ? അപ്പൊ ഞാൻ സുഡോ ജി അടിച്ചപ്പോഴത്തേക്കും ഇത്രയും വലിയ കമാൻഡ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് സെഡ് ഫിഷർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കമാൻഡാണ് ഞാൻ വീണ്ടും യൂസ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത കമാൻഡ് തന്നെ നമ്മൾ വീണ്ടും യൂസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ സാധനം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആരോ മാർക്ക് അടിച്ചാൽ മതി, ആ കമാൻഡ് ഫുള്ള് ടൈപ്പ് ആവും. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടാബ് അടിക്കുക. ഇവിടെ ഇപ്പോൾ ടാബ് അടിച്ചിട്ട് കാര്യമില്ല, കാരണം അതല്ല, നമ്മൾ സി ഡി ഒക്കെ പോകുമ്പോഴാണ് ടാബ് അടിക്കുന്നത് കൂടുതലായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില കമാൻഡുകൾക്ക് ടാബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റേതാണ് കുറച്ചുകൂടി നല്ലത്. ഈ ഫയൽസ്, അതായത് ഫയൽ സെലക്ട് ചെയ്യാൻ, അതുപോലെ ഫോൾഡർ സെലക്ട് ചെയ്യാൻ, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ആയിട്ടോ ടാബ് ഉപയോഗിക്കുന്നത്. പക്ഷെ കമാൻഡ് ഫുൾഫിൽ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ആരോ മാർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം കിട്ടി. അപ്പോൾ സെഡ് ഫിഷർ അല്ലേ? ഓക്കെ, അപ്പോൾ സെഡ് ഫിഷറിലോട്ട് പോവുക, എല്ലാം അടിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് സെഡ് ഫിഷർ എന്ന് പറഞ്ഞൊരു ടൂള്. ഇപ്പോൾ ഇതൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ പൈത്തൺ ആണോ? അല്ല അല്ലേ? എടാ, ഇത് എന്ത് ടൈപ്പ് ഫയലാണെന്ന് നോക്കിയേ. ഇതൊരു ബാഷ് ഫയലാണ് കേട്ടോ. .sh എന്ന് പറയുന്ന ഫയലുകളൊക്കെ ബാഷ് ഫയലുകളാണ്. ബാഷ് സ്ക്രിപ്റ്റിൽ പണിതിരിക്കുന്ന ഫയലാണ് .shകൾ. ഇപ്പൊ .py ആണെങ്കിൽ അത് പൈത്തൺ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറെ ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഇതിപ്പോ ബാഷ് സ്ക്രിപ്റ്റിലുള്ള ഫയൽ ആയതുകൊണ്ട് ഇത് നമുക്ക് റൺ ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ./zfisher എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് സെഡ് ഫിഷർ റൺ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഡയറക്റ്റ് ബാഷ് എന്നിട്ട് സെഡ് ഫിഷർ എന്ന് അടിച്ചാലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും കേട്ടോ. എന്ത് പറ്റി? ഇതെന്താ പെർമിഷൻ ഡിനൈഡ്? ഓക്കെ, ഞാൻ സുഡോയിൽ ഓപ്പൺ ചെയ്തോളാം. സുഡോ സെഡ് ഫിഷർ പെർമിഷൻ ഡിനൈഡ് എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഓക്കെ, എടാ, ഇതാണ് സെഡ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂള്. ഇവിടെ നമുക്ക് 33-ലധികം ടൂൾസ്, വെബ്സൈറ്റുകളുടെ ഒക്കെ ഫിഷിംഗ് പേജുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ 33 സാധനങ്ങളുണ്ട്. ഈവൻ ദോ ഗിറ്റ് ഹബിന്റെ പോലും ഫേക്ക് ലോഗിൻ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇപ്പൊ യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജ് എടുക്കുന്നു, അവിടെ നമ്മൾ ട്രഡീഷണൽ ലോഗിൻ പേജ് എടുക്കുന്നു. ഇവിടുന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്, എടാ ആക്ച്വലായിട്ടൊരു കാര്യം പറയട്ടെ, ഇത് പഠിപ്പിച്ചു തരാൻ പാടില്ല കേട്ടോ. സെഡ് ഫിഷർ എനിക്ക് ക്ലാസ്സിൽ എടുത്തു തരാൻ പാടില്ലാത്തൊരു സാധനമാണേ. ഇതാരോടും ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ, ഞാൻ ക്ലാസ്സിൽ എടുത്ത് അദ്ദേഹത്തെ സാധനമാണത്. ഓക്കെ, ഇവിടെ നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സെഡ് ഫിഷർ എപ്പോഴും ലോക്കൽ ഹോസ്റ്റ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ലോക്കൽ ഹോസ്റ്റ് 1 കൊടുക്കുക, എൻ്റർ അടിക്കുക. കസ്റ്റം പോർട്ട് ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ട് ഇപ്പം ഈ ലിങ്ക് വർക്ക് ആവുന്നത് ലോക്കൽ ഹോസ്റ്റിലാണ്. നിങ്ങളിപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റാൻഡമായിട്ട് ചില സാധനങ്ങൾ കൊടുക്കുന്നു, പാസ്വേഡുകൾ കൊടുക്കുന്നു, എന്നിട്ട് ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇൻസ്റ്റാഗ്രാമിലേക്ക് റീഡയറക്റ്റ് ആവും. ഇപ്പം ഇവിടെ ഒന്നും കൂടി ലോഗിൻ ചോദിച്ചിരിക്കുന്നത് ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്ത് വെക്കാത്തത് കൊണ്ടാണ്. അതർവൈസ് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഞാൻ അവിടെ അടിച്ച അക്കൗണ്ടിൻ്റെ ID പാസ്വേഡ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടോ, അക്കൗണ്ട് പാസ്വേഡ് ഇങ്ങനെ വന്ന് കിടക്കും. ഓക്കെ,
ഇപ്പം ഞാൻ എൻ്റെ ഫോണിൽ ആണ് ഈ ഫിഷൻ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നത് വിചാരിക്കുക, ഈ സാധനം എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം തുറക്കും. എങ്ങനെയായാലും എൻ്റെ ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം തുറന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത് യൂസേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെ നമുക്ക് ക്ലൗഡ് ഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ക്ലൗഡ് ഫെയർ, ഓക്കെ, ക്ലൗഡ് ഫെയറിൻ്റെ കമാൻഡ് ഇവിടെ ക്ലൗഡ് ഫെയർ എന്നുണ്ട് കമാൻഡ് ഉണ്ട്, ഞാൻ മറന്നുപോയല്ലോടാ. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ചാറ്റ് GPT നോക്കിയാൽ മതി. ക്ലൗഡ് ഫ്ലെയർഡ് പറഞ്ഞിട്ട് ഒരു ടൂളുണ്ട്, ഒരു കമാൻഡ്, ഒരു ടൂളുണ്ട്. ആ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റിലാണ് ഈ സാധനം കിടക്കുന്നത്. അതായത് ഈ ടൂൾ ഇപ്പം ഈ ലിങ്ക് നിനക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടൂള് മറ്റൊരാൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിത് പോർട്ട് ഫോർവേഡിങ് അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിലേക്ക് കൊടുക്കണം. ലോക്കൽ ഹോസ്റ്റിൽ നിന്ന് പറ്റി പബ്ലിക് ആക്കണം. അപ്പോൾ ഈ ലോക്കൽ ഹോസ്റ്റ് ഉള്ള സാധനം പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്ലൗഡ് ഫെയർ ഉപയോഗിക്കുന്നത്. ക്ലൗഡ് ഫെയറിന്റെ കമാൻഡ് ഞാൻ മറന്നുപോയി. ഞാൻ ഒന്ന് ചാറ്റ് GPT നോക്കെടുക്കുന്നതിൽ പരാതിയൊന്നുമില്ലല്ലോ. ഞാനേ സത്യം പറഞ്ഞ കമാൻഡ് മറന്നുപോയി. അത് ഇച്ചിരി ഉണ്ടാ കമാൻഡ്. ഓക്കെ, ഞാൻ ഒന്ന് ചാറ്റ് GPT നോക്കിയിട്ട് ആ കമാൻഡ് എടുത്തോട്ടെ. അതെന്നുവെച്ചാൽ ഞാൻ ഇതിനകത്ത് ക്ലൗഡ് ഫെയർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. ഇത് എൻ്റെ പുതിയ സിസ്റ്റമാണ്. പഠിപ്പിക്കുന്നുണ്ട്. അറിയാം, എന്നാ പോലെയാണ് നമുക്ക് നമ്മളൊരു സേഫ്റ്റി നോക്കണ്ടേ. ഇപ്പൊ ഞാനിപ്പം നിങ്ങളെ സർട്ടിഫിഷ്യൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവന്മാരോട് ഇന്ന് പറഞ്ഞു നോക്കിക്കുക, നല്ല സുഖമായിരിക്കും. ക്ലൗഡ് ഫെയർ ഓക്കെ. ഓക്കെ, ഇതാണ് ക്ലൗഡ് ഫെയറിന്റെ നോട്ട് കമാൻഡ് നോട്ട് ഫൗണ്ടാ. എന്താണ് എൻ്റെ ഇതിനകത്ത് ക്ലൗഡ് ഫെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്യാനും എനിക്ക് ഡൗൺലോഡ് ചെയ്യ്. ഈ ക്ലൗഡ് ഫ്ലെയർഡ് പറഞ്ഞിട്ട് സാധനം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണേ. മിക്കവാറും ഇതും ചീറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ക്ലൗഡ് ഫെയർ ഡൗൺലോഡ് ചെയ്ത് ഇച്ചിരി കഷ്ടമാണ്. ക്ലൗഡ് ഫ്ലെയറിൻ്റെ ചില വെർഷൻസ് മാത്രമേ നമുക്ക് ഇതാവുള്ളൂ, എന്താ പറയുക, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യലും ഒരു മെനക്കേടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സെഡ് ഫിഷർ മനസ്സിലായല്ലോ അല്ലേ? അതാവട്ടെ. എന്തായാലും നമ്മൾ നേരത്തെ റൺ ചെയ്യാൻ പറ്റിയ സെൻ മാപ്പ് ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, ഈ ഇത് ഇച്ചിരി തലവേനടിച്ച പരിപാടിയായി ക്ലൗഡ് ഫെയർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. കണ്ടോ, അനേബിൾ ടു ലൊക്കേറ്റ് ദ പാക്കേജ് എന്ന് കാണിക്കുന്നത്. അത് ലേശം മെനക്കേടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ. നിങ്ങളൊന്ന് ചാറ്റ് GPTയിൽ ഇരുന്ന് പണിയേണ്ടി വരും ഇതിൻ്റെ ഒറിജിനൽ ഫയൽ കിട്ടണമെങ്കിൽ. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് എൻ്റെ സിസ്റ്റത്തിൽ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് മൊത്തത്തിൽ ഇത്ര കാളി ലിനക്സ് ഉണ്ട്. ഇവിടെ 2 ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ ഒരെണ്ണം കളഞ്ഞതേ ഉള്ളൂ. മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ അതിനകത്തായിരിക്കും ഇത് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ക്ലൗഡ് ഫെയർ. അതുപോലെ തന്നെ ഇതേ എനിക്ക് VMwareലും കാളി ലിനക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ടൂൾസാണ് കിടക്കുന്നതെന്ന് എനിക്ക് ഒരു വലിയ ക്ലാരിറ്റി ഇല്ല. ഇവിടെയും കാളി ലിനക്സ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ചില സമയത്ത് ടൂൾസിലൊക്കെ ചില മിസ് അടിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ ക്ലൗഡ് ഫെയർ എന്ന് പറഞ്ഞ ടൂള് നിങ്ങളൊന്ന് നോക്കുക. അതിൻ്റെ കമാൻഡ് ഇതാണ്. ക്ലൗഡ് ഫെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ഈ ഒരു കമാൻഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവര് ലിങ്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ആ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഫിഷ്യൽ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല, എന്ത് പറ്റൂല, അവർക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഇത് ഈ ക്ലൗഡ് ഫെയർ വഴി അത് നമ്മൾ പബ്ലിക് ലിങ്ക് ആക്കിയിട്ടേ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. സോറി, നമ്മൾ അയച്ചു കൊടുക്കുമല്ല, അറ്റാക്കർ നമുക്ക് അയച്ചു തരുന്നത് ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞ് ഉദ്ദേശിച്ചത് കേട്ടോ. അറ്റാക്കർ നമുക്ക് ഇങ്ങനെയാണ് അയച്ചു തരുന്നത്, അല്ലാതെ ലോക്കൽ ഹോസ്റ്റ് അല്ല. ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ കിട്ടുള്ളൂ. അറ്റാക്കേഴ്സ് എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിക് ആക്കിയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സെറ്റ് ഫിഷർ എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ഫിഷർ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കരുത്, പണി മേടിച്ചെടുക്കരുത്. കമ്പനി ഉത്തരവാദിയല്ല. നിങ്ങളുടേതെല്ലാവരുടേത് ഒപ്പം എഴുതി മേടിച്ചിട്ടുള്ളവരെ ഓർത്തോടുക. നിങ്ങൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും കമ്പനി ഉത്തരവാദിയല്ല. അപ്പം നിങ്ങൾ സ്വന്തം വെറുതെ പണിയൊന്നും മേടിച്ച് വെച്ചേക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ അയച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുക, മറ്റൊരാൾക്കൊന്നും അയച്ചു കൊടുത്തേക്കരുത്. നിങ്ങൾ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക സെറ്റ് ഫിഷർ എങ്ങനെ വർക്ക് ആവുന്നതെന്ന്. അതുപോലെ തന്നെ മറ്റൊരു 1-2 ടൂൾസ് ഉണ്ട്. ഞാനിതെങ്ങനെയാ പറഞ്ഞു തരിക, കുഴപ്പമില്ല, നിങ്ങൾ പറ്റൂല എന്നുള്ള വിശ്വാസമാണ്. സീക്കർ എന്ന് പറഞ്ഞിട്ടൊരു ടൂള്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഞാൻ യൂഷ്വലി സീക്കർ യൂസ് ചെയ്യാറില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്കറിന് ചില പോരായ്മകൾ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീക്കറാണോ? എടാ, ഇവനെ സീക്കർ നീ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എടാ അത് അല്ല, ഓക്കെ, സീക്കർ അല്ല കേട്ടോ, അത് സീക്കർ അല്ലേ. ഓക്കെ, ഈ സീക്കർ എന്താ കിട്ടാത്തെ? ഓക്കെ, മാരുടെ റെപ്പോസിറ്ററി പോയിട്ട് സീക്കർ അടിച്ച് അങ്ങനെ കിട്ടാന്. ഇതെന്താ? ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് സീക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിംഗ് ടൂൾ. ഞാൻ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. സീക്കർ അപ്പൊ നമുക്ക് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമാൻഡ് എന്താണ്? സുഡോ ഗിറ്റ് ക്ലോൺ, ടാബ് അടിക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, സീക്കർ എന്നിട്ട് cd സീക്കർ അടിക്കുക, എല്ലാം ചെയ്യുക. ഈ സീക്കർ ഇതൊരു പൈത്തൺ ഫയലാണ്. സീക്കർ നമുക്ക് സുഡോ പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രം റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സുഡോ പൈത്തൺ 3 എന്നിട്ട് എന്താ സീക്കർ. ഓക്കെ, എടാ ഈ സീക്കർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് യൂസ് ചെയ്യാൻ, എന്നാൽ അടിപൊളിയാണ് യൂസ് ചെയ്യാൻ. സീക്കറും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സീക്കർ എന്ന് പറഞ്ഞ എന്താ പറയാ, സെറ്റ് ഫിഷർ എന്ന് പറയുന്ന ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ക്രിഡൻഷ്യൽസ് നമുക്ക് എടുക്കാൻ വേണ്ടി. അയാൾ അറിയാതെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അറ്റാക്കേഴ്സ് സെറ്റ് ഫിഷർ യൂസ് ചെയ്യുന്നത് അയാളുടെ ക്രിഡൻഷ്യൽസ്, അതായത് ഏതെങ്കിലും പ്രത്യേക പ്ലാറ്റ്ഫോമിന്റെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ID പാസ്വേഡുകളും കട്ടെടുക്കാൻ വേണ്ടിയാണ് അറ്റാക്കേഴ്സ് സെറ്റ് ഫിഷർ യൂസ് ചെയ്യുന്നത്. എന്നാൽ അറ്റാക്കേഴ്സ് സീക്കർ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. മനസ്സിലായി? അതായത് ഇപ്പൊ നമുക്ക് ഇതിനകത്തൂടി ഇത് ഇച്ചിരി മെനക്കേടാ യൂസ് ചെയ്യാൻ, അതാണ് ഞാനിത് എടുക്കാത്തത്. ഇതിലിപ്പോ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ആയിട്ടോ വാട്സപ്പിന്റെ ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ആയി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുവഴി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. വാട്സപ്പിന് ഒരു പേരുണ്ടാക്കട്ടെ. എന്താ ഉണ്ടാക്കുക? ഓൾട്രിക്സ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരുണ്ടാക്കി. ഇതാ ഇവിടെയാണ് പ്രശ്നം. എനിക്ക് ഇമേജ് ഫയലൊക്കെ കണ്ടുപിടിക്കണം. എനിക്ക് ഇമേജ് എവിടെയാണ് കിടക്കുന്നത് നോക്കട്ടെ. പിക്ചേഴ്സിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ? ഉണ്ട്. അതൊന്ന് റീനെയിം ചെയ്യണം. alan.png. ഓക്കെ, ഇതെവിടെയാണ് കിടക്കുന്നത്? പിക്ചേഴ്സിൽ. ഓക്കെ, സമയം എന്താടാ? 8:30 ആയല്ലേ? അപ്പോൾ /home/.
സ്ലാഷ് ഹോം സ്ലാഷ് ഓൾട്രിക്സ് പിക്ചേഴ്സ് സ്ലാഷ് അലൻ ഡോട്ട് png. കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് ജനറേറ്റ് ആയി കിട്ടൂല. സീക്കറില് ലിങ്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരൂല. അത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എന്ത് ചെയ്യണം, ക്ലൗഡ് ഫ്ലെയർ യൂസ് ചെയ്ത് ആ ലിങ്ക് നമ്മൾ എടുക്കണം കേട്ടോ. എനിക്ക് ക്ലൗഡ് ഫ്ലെയർ സെറ്റപ്പ് ചെയ്യാൻ നല്ല ടൈം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇപ്പൊ ഞാൻ ക്ലൗഡ് ഫ്ലെയർ വഴി ആ ലിങ്ക് ജനറേറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ലിങ്കിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ആ ലിങ്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കും കിട്ടുക വാട്സപ്പ് ഗ്രൂപ്പിൽ. ഞാൻ ഇൻവിറ്റേഷൻ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പെർമിഷൻ ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഡിവൈസ് ഏതാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ലൈവ് ലൊക്കേഷൻ, അതുപോലെ തന്നെ എൻ്റെ ഡിവൈസ് ഏതാണ്, എൻ്റെ സിം ഏതാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് കിടക്കും. എൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഏതാണെന്ന്, അതായത് നമുക്കൊരു സിസ്റ്റത്തിന്റെ വെർഷൻ OS ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അയാൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സീക്കർ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അയാളുടെ സിസ്റ്റം ഏതാണെന്ന്, അയാളുടെ സിസ്റ്റത്തിലെ പ്രത്യേകതകൾ നമ്മൾ അറിയാൻ വേണ്ടിയാണ് സീക്കർ ഉപയോഗിക്കുന്നത്. അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഒരു ഫിഷിംഗ് ടൂളാണ് ക്യാം ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. ഓക്കെ, ഈ ക്യാം ഫിഷ് എന്ന് പറയുന്ന ടൂൾ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു വൺ ഓഫ് ദ വേസ്റ്റ് ടൂളാണ് ക്യാം ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ടൂള്. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തും കാണിക്കുന്നില്ല കേട്ടോ. ഈ ക്യാം ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ വേസ്റ്റ് ടൂളാണ് ഞാൻ കണ്ടതിൽ വെച്ച്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാം ഫിഷിൽ നിങ്ങൾ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്താൽ പോലും, ഈ ക്യാം ഫിഷ് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കേഴ്സിന് നമ്മുടെ ക്യാമറ ആക്സസ് എടുത്ത് നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അറ്റാക്കേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടൂളിന്റെ പേരാണ് ക്യാം ഫിഷ്. ഓക്കെ, ക്യാം ഫിഷ് എന്തിനാണ്, നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ക്യാമറ വഴി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫിഷിംഗ് ടൂളിന്റെ പേരാണ് ക്യാം ഫിഷ്. ഈ ക്യാം ഫിഷിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇതൊരു പൊട്ട ടൂളാണ്. നമ്മൾ ഈ ക്യാം ഫിഷിനകത്ത് ലിങ്ക് ജനറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം മൊബൈലിലാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ കമ്പ്യൂട്ടറിലെ ലിങ്ക് ഓപ്പൺ ആക്കുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും ഒരു ടാബ് ഓപ്പൺ ആയിട്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഫിഷിംഗ് ടൂൾ ആണെന്ന്. പകരം ക്യാം ഫിഷിന് പകരമായിട്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഫിഷിംഗ് ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കോഡ് എടുത്തു വെക്കാൻ മറന്നുപോയി. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നേനെ. അതായത് ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്യാം ഫിഷിങ് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാ. നിങ്ങൾ ഒന്ന് ഇരുന്ന് പണിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാം ഫിഷ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് മറ്റൊരാളുടെ ക്യാമറ ആക്സസ് നമുക്ക് അയാളുടെ ഫോട്ടോസ് ബെറ്റർ ദാൻ ക്യാം ഫിഷ്. കാരണം ക്യാം ഫിഷ് 3 സെക്കൻഡിൽ ഒരു ഫോട്ടോ എടുക്കുകയുള്ളൂ, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ടൂൾ എല്ലാ സെക്കൻഡിലും ഫോട്ടോ എടുത്ത് അയക്കുമായിരുന്നു. അതുപോലെ തന്നെ ക്യാം ഫിഷ് എന്താ പറയുക, ടാബ് ഓപ്പൺ ആയി വരും എന്ന് പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ടാബ് ഒന്നും ഓപ്പൺ ആയി വരില്ല, ഡയറക്റ്റ് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കും. അതേ ഉദ്ദേശം നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്യാം ഫിഷിങ്. പിന്നെ എന്തിനാ നമ്മൾ ഈ പൊട്ട ടൂൾ യൂസ് ചെയ്യുന്നത്? ഇത് വെറും പൊട്ട ടൂളാണ് ഞാൻ കണ്ടതിൽ വെച്ച്. ഓക്കെ, അതാണ് ക്യാം ഫിഷ്. ക്യാം ഫിഷ് പൊട്ട ടൂളാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ഇരുന്ന് പണിയെടുക്ക്. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നോക്കതൊക്കെ. അതായത് ചാറ്റ് GPT ചെന്നിട്ട് ഡയറക്റ്റ് ചോദിക്കരുത് എനിക്ക് ക്യാമറ എടുക്കണം എന്ന് പറഞ്ഞൊന്നും തരത്തില്ല. ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു തരാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ അങ്ങനെ കണ്ടോ ചെയ്തു. അതായത് ആദ്യം പറയുക, എനിക്കൊരു വെബ്സൈറ്റിന്റെ ഫോട്ടോ ഉണ്ടാക്കി തരാം, ഒരു വെബ്സൈറ്റ് കോഡ് ചെയ്ത് തരാൻ പറയുക, ഒരു വെബ്സൈറ്റിന്റെ HTML കോഡ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറയുക. ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ചാറ്റ് GPT പറയും അതിനിപ്പോൾ എന്താന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പേരൊക്കെ കൊടുക്കുക. അപ്പോൾ ആ പേരിനനുസരിച്ചുള്ള വെബ്സൈറ്റ് ചാറ്റ് GPTയോ ഡീപ്സീക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ ഈ ഒരു കാര്യത്തിന്. അപ്പോൾ ഡീപ്സീക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്ത് തരും. വെബ്സൈറ്റ് ജനറേറ്റ് ചെയ്തിട്ട് പറയുക, ഇവിടെ ഞാനൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ലോഗിൻ പേജിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഫോർമാറ്റ് കൂടി ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറയാം കോഡിനകത്ത്.
അപ്പോൾ ChatGPT അല്ലെങ്കിൽ DeepSeek എന്ത് ചെയ്യും, നമ്മൾ അവിടെ അടിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ക്രെഡൻഷ്യൽസ് ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടി ഒരു ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും, ഒരു ബാക്ക് എൻഡ് പോലെ. അങ്ങനെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പിന്നെ പറയുക എൻ്റെ ഇത് ഇന്നൊരു വെബ്സൈറ്റ് ആണ്, അപ്പം എനിക്ക് ക്രെഡൻഷ്യലായിട്ട് ക്യാമറ പെർമിഷൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ചോദിക്കുക. അങ്ങനെ പതിയെ ഡയറക്റ്റ് ഒറ്റടിക്ക് വെച്ച് ഒരു സാധനം നമ്മൾ ആ എന്താ പറയുക AI ടൂളിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, പ്രോംപ്റ്റ് ഇൻജക്ഷൻ. അതായത് നമ്മളിങ്ങനെ പറഞ്ഞ് ആ കോഡിൽ ചെറുതായിട്ട് മാറ്റം വരുത്തി ലാസ്റ്റ് ഇതൊരു കംപ്ലീറ്റ് ഒരു സാധനമായിട്ട് വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് കൂടെ ഓപ്പണായിട്ട് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കുക. ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷൻ മറ്റേതായിരുന്നല്ലോ അല്ലേ, എൻ്റെ സെക്കൻഡ് പ്രസൻറ്റേഷൻ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ സെക്കൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ ഇച്ചിരി വീക്കാണ് എൻ്റെ ക്ലാസ്സിൽ, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ഇച്ചിരി വീക്കായിരുന്നു ആദ്യമൊക്കെ. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് 0 കമ്പ്യൂട്ടർ നോളേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ്, ഞങ്ങൾക്കൊരു അസൈൻമെൻറ്റ് വന്നായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിഷിംഗ് ടൂൾസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് പ്രസൻറ്റേഷൻ നടത്താൻ. അപ്പോൾ എല്ലാവരും കൊണ്ടുപോയി, സെർച്ച് ഫിഷർ കൊണ്ടുപോയി, സീക്കർ കൊണ്ടുപോയി, ക്യാപ് ഫിഷറും കൊണ്ടുപോയി, എല്ലാം കൊണ്ടുപോയി. അപ്പോൾ എനിക്കെടുക്കാൻ പിന്നെ ഗോ ഫിഷർ എല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് റജയ്ക്കും എടുക്കാൻ ടൂളൊന്നുമില്ല. റജേനെ അറിയാലോ അല്ലേ? റജ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ഇപ്പം കണ്ടില്ലേ റജാസ്പ്ലോയിറ്റ്, ഓക്കെ, അതൊക്കെ റജ. അപ്പം ഞാനും റജയും ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എടുക്കാൻ ടൂൾസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്വന്തം അപ്പം എനിക്കിനി ഡിഫറെൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേറെ ഫിഷിംഗ് ടൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഫിഷിംഗ് ടൂൾ ക്രിയേറ്റ് ചെയ്തു. എൻ്റെ ഫിഷിംഗ് ടൂളിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പം ഈ സീക്കറും ക്യാം ഫിഷറും മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ്. അതായത് എൻ്റെ ഫിഷിംഗ് ടൂളിനകത്ത് ഒറ്റ ക്ലിക്കിൽ തന്നെ ലൈവ് ലൊക്കേഷൻ കിട്ടും, അതുപോലെ തന്നെ ഫോണിൻ്റെ ഡീറ്റെയിൽസ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ സംഭവവും, ക്യാമറയിലെ ഫോട്ടോസ്, എല്ലാ സാധനവും കിട്ടുന്ന ഒരൊറ്റ സിംഗിൾ ടൂളായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ക്യാം ഫിഷറിനെയും സീക്കറിനേക്കാളും നല്ലത് എൻ്റെ ടൂളായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാം നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കരുത്, അതായത് ഏതെങ്കിലും ഫിഷിംഗ് ടൂളിനെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ മാൽവെയറിനെ ഒന്നും പേടിക്കണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗിറ്റ്ഹബിൽ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പം ഈ ക്യാം ഫിഷർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെന്ന് വിചാരിക്കാം, ഈ ക്യാം ഫിഷർ നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാലെന്ന് എന്താ ഉറപ്പ്? മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാക്സിമം ഒക്കെ നമ്മൾ പഠിച്ചോളും. നമ്മൾ സ്വന്തമായിട്ട് കോഡിംഗ് ഒന്നും പഠിക്കേണ്ട, നമുക്ക് കോഡിംഗ് എളുപ്പമാക്കാനാണല്ലോ ഇപ്പോൾ ഓരോരോ AI ടൂൾസ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പഠിച്ചാൽ മതി നമ്മുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഫിഷിംഗ് ടൂൾസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഫിഷിംഗ് ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഡൗൺലോഡ് ചെയ്യേണ്ടത് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ യൂസ് ചെയ്ത് കാണിച്ചു തരാൻ എനിക്ക് പറ്റൂല. സോറി ഫോർ എനിക്കത് യൂസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ സുഖമായിട്ട് ഏത് ടൂൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാലും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ, നിർബന്ധമായിട്ടും. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. ഫിഷിംഗ് എന്ന് പറയുന്ന സാധനം സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നാളെ ഞാൻ ബാഷ് സ്ക്രിപ്റ്റിനെ പറ്റിയും സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പറ്റിയും ഞാനൊരു നാളത്തെ ക്ലാസ് അതായിരിക്കും. ബാഷ് സ്ക്രിപ്റ്റ് അല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ്. ബാഷ് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ എടാ, അപ്പം ഇതാണ് ഇന്നത്തെ മൊത്തം ക്ലാസ്. ഇനി എനിക്ക് എന്താ പറഞ്ഞു തരാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരട്ടെ. അസൈൻമെന്റ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിനെപ്പറ്റി നിങ്ങൾക്ക് അസൈൻമെന്റ് തരണോ, ഫിഷിങ്ങിനെ പറ്റി അസൈൻമെന്റ് തരണോ? നിങ്ങളുടെ ഒരു ഇഷ്ടം എന്താ? ഫിഷിങ്ങിനെ പറ്റി അസൈൻമെന്റ് തരണോ, സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പറ്റി അസൈൻമെന്റ് തരണോ? ഇല്ലല്ല, അസൈൻമെന്റ് എടാ അത് ഉറപ്പായി തന്നിരിക്കും. അത് അല്ലെങ്കിൽ രണ്ടും ഞാൻ തരും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ച മുമ്പേ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് 2 ദിവസം മുമ്പല്ലേ സാധാരണ ഞാൻ തരുന്നത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്ന ശനിയാഴ്ച ക്യാംഫിഷില് അതുപോലെ ഉള്ള ടൂളുകൾ, വെബ്സൈറ്റ് ഉള്ളത്, ലിങ്ക് എന്തെല്ലാം വായിച്ചു നോക്കാം. എന്താ ആരെന്തോ പറയാൻ വന്നല്ലോ? എന്താ ഇന്ന് തിങ്കളാഴ്ച ചൊവ്വാഴ്ച? ഓക്കെ എടാ, സോറി കേട്ടോ. ഓക്കെ, ചൊവ്വാഴ്ച. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം മുമ്പേ ഞാൻ പറയാണ്, ഈ വരുന്ന ശനിയാഴ്ച ഓരോരോ ഫിഷിംഗ് ടൂൾസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാവോ? ഒരാൾ
ഞാൻ നിങ്ങൾക്ക് തരാം എന്തായാലും. ഇപ്പൊ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. എത്രണ്ണം ഉണ്ട്? കുറെ ഫിഷിംഗ് ടൂൾസ് ഉണ്ട്. ചിലതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടൂല. ഇപ്പൊ എന്താ ചെയ്യാ? അല്ലേ വേണ്ട, നിങ്ങൾ ഫിഷിംഗ് ടൂളിനെ പറ്റി എടുക്കണ്ട. അത് മെനക്കേടാ. കാരണം എല്ലാ ഫിഷിംഗ് ടൂൾസ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് ഞാൻ എത്രണ്ണം തരും? ആകെ ഒരു സെറ്റ് ഫിഷർ, സീക്കറും ക്യാമ്പ് ഫിഷും ഉണ്ട്. നിങ്ങൾ ആകെ 5 സ്റ്റുഡൻസും ഉണ്ട്. ബാക്കിയുള്ള 2 പേർക്ക് ഞാൻ എന്ത് തരും? എന്നോട് അപ്പം നോക്കാം. ഞാൻ എന്തായാലും ആലോചിച്ചിട്ട് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ് അസൈൻമെന്റ് തരാം അടുത്ത ആഴ്ചത്തേക്ക്. അതായത് നാളെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ശനിയാഴ്ച, ഈ ആഴ്ച അസൈൻമെന്റ് ഒന്നും തരുന്നില്ല, ഹാപ്പി അല്ലേ? നെക്സ്റ്റ് ശനിയാഴ്ചത്തേക്ക് നിങ്ങൾക്ക് ഒരു വലിയ അസൈൻമെന്റ് വരുന്നുണ്ട്. ഓക്കെ, നാളെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ പറ്റി ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറയാവേ. നിങ്ങൾക്ക് നെക്സ്റ്റ് ശനിയാഴ്ചത്തേക്കാണ് അസൈൻമെന്റ് വരുന്നത്. നിങ്ങൾക്ക് നല്ല ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെന്റ്. ഉടായ്പ് കാണിച്ച് അസൈൻമെന്റ് ചെയ്ത് തീർക്കരുത്. ഓക്കെ, പ്രസന്റേഷൻ എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരൂ, നിങ്ങൾ അത് ചെയ്യുക. അതിന്റെ റിപ്പോർട്ട് പോലെ ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തൊക്കെ അതുവഴി ചെയ്തു എന്നൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അതെങ്ങനെ വേണമെന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ, അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. അപ്പം അപ്പൊ ഇന്നത്തെ മൊത്തത്തെ ക്ലാസ്സിലെ ഒരു ഷോർട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട് നമുക്ക്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ, നമുക്ക് ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യവും നമുക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു തരാൻ പറ്റൂല. ചിലതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, ചിലത് നമ്മൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമേ അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ സോഴ്സസ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ആയിക്കോട്ടെ, യൂട്യൂബിലെ വീഡിയോസ് ആയിക്കോട്ടെ, ഓരോരോ AI ബോട്ട്സ്, ടൂൾസ്, കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പം എനിക്ക് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിന് പല പല ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഒരു ലിമിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് നെറ്റ്വർക്കിലൂടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് അവൈലബിളാ, എന്തൊക്കെ AI ടൂൾസ്. ഒരു AI ടൂൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്താ അടുത്ത AI ടൂളിനെ കണ്ടുപിടിച്ചു പോ. ഇതൊന്നും അല്ല AI ടൂൾസ്, ഇഷ്ടം പോലെ AI ടൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു AI ടൂൾ പറഞ്ഞു തന്നില്ലെങ്കിൽ എന്താ അടുത്ത AI ടൂളിന് അടുത്ത് പോ. അത് കിട്ടിയില്ലെങ്കിൽ അടുത്തത് പോ. യൂട്യൂബ് വീഡിയോസ് നോക്ക്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, ഡോക്യുമെന്റ്സ് വായിച്ചു നോക്ക്, ഗിറ്റ് ഹബിൽ പോയി നോക്ക്. അങ്ങനെ നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ? നമുക്കൊരു സാധനം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് വരെ അന്വേഷണം നിർത്തരുത്. എവിടെയൊക്കെ നോക്കാൻ പറ്റുമോ, ആരോടൊക്കെ ചോദിക്കാൻ പറ്റുമോ ഒക്കെ ചോദിച്ചോളാം. കണ്ടുപിടിച്ചിട്ട് ആ പരിപാടി നിർത്താൻ പാടുള്ളൂ. ഓക്കെ, അതാണ് നമുക്ക് വേണ്ട ഫസ്റ്റ് മൈൻഡ് സെറ്റ്. നമുക്ക് ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമ്മൾ എടുക്കണമെന്ന് തീരുമാനിച്ചോ തീർത്തിട്ടേ പിന്നെ ഇറങ്ങാൻ പാടുള്ളൂ. എവിടെയൊക്കെ നമ്മൾ പോകും അതൊന്നും നമ്മൾ നോക്കണ്ട. എത്തിലൂടെയൊക്കെ പോകും, അതിലൂടെയൊക്കെ കയറി ഇറങ്ങിക്കോ. ഡാർക്ക് വെബിൽ കയറണോ, ഡാർക്ക് വെബിലെങ്കിലും കയറി ഇറങ്ങി. എപ്പോഴൊന്നും നമ്മൾ അറിയണ്ട, കയറുക, ഇറങ്ങുക, കണ്ടുപിടിക്കുക, തിരിച്ചു പോവുക. ഓക്കെ, അതാണ് നമുക്ക് വേണ്ട ഫസ്റ്റ് മൈൻഡ് സെറ്റ്. അതെ, ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു ഫസ്റ്റ് മൈൻഡ് സെറ്റ്. നമുക്ക് ഗിവ് അപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർത്തിരിക്കണം. ഓക്കെ, അപ്പം ഇതുപോലെ ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട്, എല്ലാം യൂട്ടിലൈസ് ചെയ്തോളൂ. കമാൻഡുകൾ, അപ്പം നിങ്ങൾക്ക് കമാൻഡുകൾ പഠിക്കേണ്ട രീതി എന്താണെന്ന് മനസ്സിലായോ? സ്വന്തമായിട്ട് ഓരോ വർക്കുകൾ ചെയ്യേ. ഇപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള കമാൻഡുകൾ പഠിച്ചതും ഫയൽ സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചത് എങ്ങനെയാണ്, ഇതുപോലെ ഞാൻ സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യുക ചെയ്തത്. ഇപ്പം ഈ നേരത്തെ കാണിച്ചത് നട്ടാഷ ആണെങ്കിലും റജാസ്പ്ലോയിറ്റ് എന്നൊക്കെ പറഞ്ഞ ടൂള് ഞാൻ ക്ലാസ് തുടങ്ങിയ 2ാം മാസത്തിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. അല്ലാതെ ഞാൻ എൻ്റെ കോഴ്സ് തീർത്തിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കാൻ നിന്നത്. ഞാൻ ക്ലാസ് തുടങ്ങി എൻ്റെ ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റജാസ്പ്ലോയിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കാരണം എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കത്തി. ഇങ്ങനെ പല പല ടൂൾസിൻ്റെ അടുത്ത് കയറി ഇറങ്ങുന്നതെന്ന് എന്തിനാ, നമുക്ക് ഒറ്റ ടൂളായിരുന്നെങ്കിൽ എന്ത് എളുപ്പമാണെന്നുള്ള ഒരു ഐഡിയ എൻ്റെ തലയിൽ കത്തി. ഞാൻ ഇറങ്ങിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. 1 മാസം കണ്ട് എടുത്തു ഞാനത്. ബഗ് അതെന്താ ബഗ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ടൂള് കംപ്ലീറ്റ് ഉണ്ടാക്കി. ഓക്കെ, റജാസ്പ്ലോയിറ്റ് കംപ്ലീറ്റ് ഉണ്ടാക്കിയിട്ട് അന്നേരം എനിക്കിത് ഗിറ്റ് ഹബിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട് ബിടെക് പഠിച്ചവൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഇവനെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവനെ കൊണ്ട് അപ്ലോഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പം ഇതിൽ റിപ്പോർട്ട് ജനറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. റിപ്പോർട്ട് ജനറേറ്റിംഗ് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ജനറേറ്റിങ്ങിൽ അത് ബഗ് ഉണ്ടായിരുന്നു. അത് റിപ്പോർട്ട് ജനറേറ്റിംഗ് ഒറിജിനൽ റിപ്പോർട്ട് അല്ല ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഫേക്ക് റിപ്പോർട്ടാണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ സുഡോ പെർമിഷൻസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഫിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇതെടുത്തിട്ട് ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഒറിജിനൽ ഫയലിൽ നിന്ന് എഡിറ്റ് ചെയ്തു. അതായത് ഇൻ കേസ് ഞാൻ ആ ഫയൽ എഡിറ്റ് ചെയ്തിട്ട് അത് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ വെച്ച് പിന്നെയും തുടങ്ങാമല്ലോ.
ആ ഒരു മൈൻഡിൽ ഞാൻ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റും എടുത്ത് വെച്ചിട്ട് ഈ ഫയൽ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 1-2 ആഴ്ച എടുത്ത് സുഡോ പെർമിഷൻസും എല്ലാം റെഡിയാക്കി, റിപ്പോർട്ട് ജനറേഷൻ പെർമിറ്റ് ആക്കി, മറ്റ് ബഗ്ഗുകൾ, ടൂൾസ് എല്ലാം പക്ക ഓക്കെ ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് തിരിച്ച് അവൻ്റെ തന്നെ കൊണ്ട് ഗിറ്റ് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തു. ഇവൻ ഏത് ഫയൽ അപ്ലോഡ് ചെയ്തതെന്ന് അറിയാവോ? ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ച ഡ്യൂപ്ലിക്കേറ്റ്. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എടുത്ത് അപ്ലോഡ് ചെയ്തത്. അപ്പം ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ 2 റജാസ്പ്ലോയിറ്റ് കിടപ്പുണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അവൻ എന്തായാലും അപ്ലോഡ് ചെയ്തല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മറ്റേ ഫയൽ. ഞാൻ കളഞ്ഞ ഫയൽ ഏതാ? ഒറിജിനൽ ഫയൽ. എന്നിട്ട് ആ പഴയ ഡ്യൂപ്ലിക്കേറ്റ് ഫയലാണ് അവൻ അപ്ലോഡ് ചെയ്തതും എൻ്റെ ലാപ്പിൽ കിടക്കുന്നതും പഴയ സെയിം ഫയൽ തന്നെ. ഇത് വേറൊരാളുടെ ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തിരുന്ന സമയത്താണ് ഞാനിത് അറിയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തതും ഞാൻ ഡിലീറ്റ് ചെയ്തതും ഞാൻ ബഗ് ഫിക്സ് ചെയ്ത ഫയലാണെന്ന്. എന്നിട്ട് ഞാൻ പിന്നെയും ഇരുന്ന് ഫിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി പക്കയാക്കി എടുത്തു പിന്നെയും. അന്നേരം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ ലിനക്സ് വെർച്വൽ ബോക്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വെർച്വൽ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ചില ലാബുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇന്റർനെറ്റ് സ്പീഡ് കിട്ടുന്നില്ല, പിന്നെ ബഗ് അടിക്കുന്നു എന്ന് പറഞ്ഞപ്പം എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഈ സെയിം ബിടെക്കാരൻ തന്നെ എന്നോട് പറഞ്ഞു, നീ ഡുവൽ ബൂട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഡുവൽ ബൂട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതും അവൻ തന്നെയാണ് ചെയ്തു തന്നെ. അപ്പോൾ ഞാൻ അവൻ്റെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എൻ്റെ സിസ്റ്റം കൊണ്ടേ കൊടുത്തിട്ട് ഡുവൽ ബൂട്ടിന് വേണ്ടി എല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓൾറെഡി എൻ്റെ വെർച്വൽ ബോക്സിൽ ഞാൻ അത്യാവശ്യം സ്പേസ് കൊടുത്തുകൊണ്ട് ഡുവൽ ബൂട്ട് ചെയ്യാൻ വേണ്ടി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവൻ ചോദിച്ചു, എടാ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ വെർച്വൽ ബോക്സിൻ്റെ ആവശ്യമില്ല, ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചത് ഈ വെച്ച ഫയൽ ഗിറ്റ് ഹബിൽ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. അന്നപ്പോൾ എന്താ പറ്റി, ഫയൽ മുഴുവൻ പോയി. ഇപ്പോഴും അങ്ങനെ പിന്നെ കിടക്കുന്നത് ഈ പഴയ ഫയൽ. അങ്ങനെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ പൊട്ട ഫയലാണ് ഇപ്പോഴും എൻ്റെ കിടക്കുന്നത്. ഞാൻ 2 തവണ ഇത് ഫിക്സ് ചെയ്തു, 2 തവണ എൻ്റെ കയ്യാബദ്ധം കൊണ്ട് ഈ സാധനം എൻ്റെ തന്നെ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ സാധനം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എനിക്ക് മാത്രം, വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അങ്ങനെ പറയാം. അപ്പം ഇതാണ് ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഞാനിത് ബഗ് ഫിക്സ് ചെയ്യാൻ നടക്കാത്ത, എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ക്ലാസ് അല്ലാതെ തന്നെ എനിക്ക് മറ്റു കുറച്ച് തിരക്കുകൾ പറഞ്ഞ സമയം കിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് എപ്പോഴേലും ഒരു ദിവസം ഫിക്സ് ചെയ്യും. കാരണം ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഡ്രീം പ്രൊജക്റ്റാണ് റജാസ്പ്ലോയിറ്റ്. അത് എന്തായാലും ഞാൻ ഫിക്സ് ചെയ്യും, ഉറപ്പായി ഫിക്സ് ചെയ്യും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു അറ്റംപ്റ്റ് നടത്തിയായിരുന്നു, പക്ഷെ ഫെയിൽ ആയിപ്പോയി. നാളെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് റജാസ്പ്ലോയിറ്റ്, അങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളിങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കമാൻഡും കാര്യങ്ങളും ടെർമിനലായിട്ടൊക്കെ പഠിക്കും. മാക്സിമം ഇത് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ലിനക്സിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്ത് ഓരോരോ ടൂൾസ് ഡൗൺലോഡ് ചെയ്ത് അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ ഈ ടെർമിനലായിട്ടൊരു ബന്ധത്തിൽ വരും, നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കും. അങ്ങനെ നമ്മളിത് പഠിക്കുള്ളൂ. നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലേ പഠിക്കുള്ളൂ. ഇവിടുന്ന് പഠിപ്പിച്ചു തരുന്നത് മാത്രം കൊണ്ട് നമ്മളൊന്നും പഠിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഒരു എഫേർട്ട് നമ്മുടെ ഇതുകൊണ്ടേ മാത്രം നമ്മൾ പഠിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാവർക്കും ഡൗട്ട് ചോദിക്കാൻ എന്ത് അവകാശമുള്ള സമയമാണ്. ടെർമിനല് സൂം ചെയ്യാൻ, എടാ ടെർമിനൽ യൂസ് ചെയ്യാന് നമ്മള് ഇതടിച്ചാൽ മതി. ഇതല്ലേ ഇതിപ്പം ഇങ്ങനെ സൂം ചെയ്യാനല്ലേ? ഓ, സ്ക്രീൻ ഷെയർ ആണല്ലോ അല്ലേ? സ്ക്രീൻ ഷെയർ ഇതല്ലേ ഉദ്ദേശിച്ച മണി? ഇത് വയ്ക്കേ. ഓ, ഇതല്ല, ഇതാണ് ഉദ്ദേശിച്ചേ ആണോ? ഓക്കെ, എടാ ഇതിന് കൺട്രോൾ ഷിഫ്റ്റ് എന്നിട്ട് മുകളിലൊരു പ്ലസ് ബട്ടൺ ഇല്ലേ, പ്ലസ് മൈനസ് ബട്ടൺ, സൈഡിലുള്ളതല്ല മുകളിലുള്ളത്. ഈ 0ക്ക് ശേഷം ബാക്ക് സ്പേസിനൊക്കെ അവിടെ ആയിട്ടൊരു പ്ലസ് മൈനസ് ചിഹ്നം ഉണ്ടാവും. അത് പിടിച്ച് ഞെക്കിയാൽ മതി. അതിൽ പ്ലസ് ഞെക്കിയാൽ സൂം ആകും, മൈനസ് ഞെക്കിയാൽ സൂം ഔട്ട് ആയില്ലേ? എന്താ സൂം ആവുന്നില്ല? സൂം ഔട്ട് ആകുന്നില്ല. ആയി. അപ്പൊ കൺട്രോൾ മാത്രം നിൽക്കാതെ കേട്ടോ, ഷിഫ്റ്റ് വേണ്ട. കൺട്രോള് അല്ലടാ, സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് എന്നിട്ട് ആ പ്ലസ് ഞെക്കുക. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ എഡിറ്റ് മേലെ ഒരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് നോക്കി.
വെറും കൺട്രോൾ പ്ലസ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വെറും കൺട്രോൾ അടിച്ചു നോക്കുമ്പോൾ വെറും ഇങ്ങനെ വര മാത്രം വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അത് സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസും സൂം ഔട്ട് ചെയ്യണമെങ്കിൽ വെറും കൺട്രോൾ ആക്കിയിട്ട് മൈനസ് അടിച്ചാൽ മതി. കണ്ട ഒരു തലക്ക് സുഖമില്ലാത്തിരിക്കണാണല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സൂം ഔട്ട് സൂമിങ് കാര്യങ്ങൾ. എടാ നമ്മളൊരു കാര്യം മറന്നുപോയി. ഇന്ന് നിഷാമിന്റെ പ്രസന്റേഷൻ ഉണ്ട്, ഞാൻ മറന്നുപോയിരിക്കായിരുന്നു. നിഷാമേ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് വേഗം പ്രസന്റേഷൻ നടത്തിയിട്ട് പൊക്കോളാം. ഓക്കെ, നെക്സ്റ്റ് ടൈം അങ്ങനെയാണെങ്കിൽ നാളെ ആഷിനും ചെയ്തിട്ടില്ല, അപ്പൊ നാളെ ആഷിനും നിഷാമും കൂടി ചെയ്യും. ഓക്കെ അല്ലേ? ഇല്ല ഞാൻ അപ്പം ചെയ്തരാം. 10ന്റെ അടിക്ക് ആ PDF ഒക്കെ നോക്കട്ടെ. ഒരു 5ന്റെ അടിക്ക്. ആകെ 7 മിനിറ്റേ ഉള്ളൂ, ചെയ്യുന്നോണ്ട് വേഗം ചെയ്യണേ. എടാ അവൻ പ്രിപ്പയർ ആവുന്ന സമയം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചെയ്യിക്കാനുണ്ടോ? സ്റ്റോം ബ്രേക്കർ പറഞ്ഞ ഒരു ഫിഷിംഗ് ടൂളുണ്ട്, ഇതിൽ റൺ ചെയ്ത് നോക്കിയിരുന്നു, റൺ ചെയ്യാൻ കഴിയുന്നില്ല. ഹലോ, സ്റ്റോം ബ്രേക്കർ എന്ത് പറ്റി? ആ ഫിഷിംഗ് ടൂൾ അല്ലേ? ടൂളാ എടാ സ്ക്രീൻ ഒന്നും ഷെയർ ചെയ്യാവുന്നില്ലല്ലോ അല്ലേ? ഇല്ല അല്ലേ? ഒന്നുമില്ല, ഞാൻ ഇവിടെ ചോദിച്ചതാ. സ്ക്രീൻ ഷെയർ ആവില്ലേ? ഓക്കെ ഷെയർ ആവുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഡിസ്ട്രിബ്യൂഷൻ വെച്ചാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വർഷം 2003. ഫെഡോറ എന്ന് വെച്ചാൽ ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അത് ലിനക്സിന്റെ കേർണലിലുള്ള ഒരു ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫെഡോറ. ഫെഡോറ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെന്ന് വെച്ചാൽ റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. അതെന്ന് വെച്ചാൽ റെഡ് ഹാറ്റ് വെച്ചാൽ ഒരു ഫ്രീ സോഴ്സ് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അത് വന്നത് 1993. അത് 2009 IBM ഓണേഡ് ആക്കി. പിന്നെ കീ ഫീച്ചേഴ്സ് വെച്ചാൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഫെഡോറ. അതായത് ഒരു പേഴ്സണൽ യൂസ് ചെയ്യും. വിൻഡോസ് പോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും വൃത്തിയിൽ യൂസ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ് ഫെഡോറ. ഞാൻ യൂസ് ചെയ്ത് കുറച്ച് കാലം. പിന്നെ ഈ കാളിനെക്സ് ചെയ്യാണ്ടിട്ട് പിന്നെ ഇതിലേക്ക് മാറിയാണ്. ഈ കാളിയും ഫെഡോറ തമ്മിൽ കാളി പെനിട്രേഷൻ ടൂള് ഇൻബിൽഡ് ആയി വരുന്നതാണ് കാളിനെക്സ്. ഫെഡോറ ചാവുന്നില്ല. ഫെഡോറ ജനറൽ യൂസ് ഡെവലപ്മെന്റ് പേഴ്സണൽ യൂസിനാണ്. ഫെഡോറ സ്റ്റുഡൻസിനാണ്. മറ്റേത് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ഹാക്കേഴ്സ്. ഇങ്ങനെയൊക്കെയാണ് ഫെഡോറ ഡെയിലി യൂസ്. ഒരു സാധാരണ ചെങ്ങായി യൂസ് ചെയ്ത സാധനമാണ് ഫെഡോറ. അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് കുറച്ച് കാലം. അത്രയൊക്കെ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് അവരോ പ്രസന്റേഷൻ തീർത്ത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നാളെ ഓക്കെ, അപ്പം നാളെ ആഷിനെ നീ പ്രസന്റേഷൻ ഇതുവരെ ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. അപ്പൊ നാളെ നിന്റെ ഡേറ്റ് ആണ്, എന്തായാലും ചെയ്തേക്കണേ. ഓക്കെ എടാ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. സമയം 8:56. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. ശരി എന്നാൽ ബൈ.